മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ നിന്നാണ് നാം ദൈവകൃപയാൽ കേൾക്കുവാൻ വേണ്ടി പോകുന്നത്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള ഏറ്റവും പരിചയമുള്ളതായ വാക്യങ്ങൾ. ഗോസ്പൽ ഓഫ് സെന്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 24 to 27. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെ കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. നമുക്കൊരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന് വായിച്ചേ. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യൻ ആകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റ് അടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്തോത്രം. അത് ശുശ്രൂഷാ വേളയിൽ ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്നതായ ഒരു വലിയ സംഭാഷണത്തിൻ്റെ ശകലം നിങ്ങൾക്ക് സ്തോത്രം തിരുവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സാമാന്യ മാർഗങ്ങളെക്കുറിച്ച്, ഹൗ ടു ലീവ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നതായ ജീവിത ശൈലിയാണ് ഗിരിപ്രഭാഷണം. ആ ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് സ്തോത്രം വീണ് പോകാതിരിക്കാനായി ഒരു ഉപമയിലൂടെ അവൻ സംസാരിക്കുന്നു. തിരുവചനം പറയുന്നു, ഉപമയിലൂടെ യേശു കർത്താവ് എപ്പോഴും സംസാരിച്ചു എന്ന്. സങ്കീർത്തനം 78:2 നിങ്ങൾ വായിക്കുമ്പോൾ ഉപമയിലൂടെ യേശു സംസാരിക്കുമെന്ന് മുൻകൂട്ടി പ്രവാചകന്മാർ സംസാരിച്ചിരുന്നു. സോ യേശു എങ്ങനെ സംസാരിക്കണമെന്ന് പോലും ആർക്കറിയാമായിരുന്നു? അതെ, പ്രവാചകന്മാർക്കറിയാം എന്നല്ല ഞാൻ പറഞ്ഞത്, പകരം പിതാവായ ദൈവത്തിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ പിതാവായ ദൈവം ഇൻസ്ട്രക്റ്റ് ചെയ്തിരുന്നു. പിതാവായ ദൈവം സ്തോത്രം യേശു കർത്താവിനെ കുറിച്ചുള്ള ദൈവഹിതം ഇതായിരുന്നു. അതേ, ആർക്കും കടിച്ചാൽ പൊട്ടി അപ്പോൾ മനസ്സിലാക്കാത്തതായ കാര്യത്തിലല്ല അവർക്ക് സംസാരിക്കേണ്ടത്. മുന്നിലിരിക്കുന്ന ഈ കൊച്ചു കുഞ്ഞു പോലും മനസ്സിലാക്കത്തക്ക ക്രമത്തിൽ അത് സിമ്പിളായി യേശു കർത്താവ് ഉപമകളിലൂടെ സംസാരിക്കണമെന്ന് പിതാവായ ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. ആമേൻ. സ്തോത്രം പറഞ്ഞിരുന്നാട്ടെ. കമാണ്, ആരും മിണ്ടാതിരിക്കല്ല. ഹല്ലേലൂയ. ആരും സ്തോത്രം മാർക്കിടാൻ വേണ്ടിയിരിക്കല്ല. ദൈവസന്നിധികൾ പ്രാപിച്ചിരുന്നാട്ടെ. രക്ഷിക്കപ്പെട്ടു എങ്കിൽ രക്ഷയുടെ സന്തോഷമുണ്ടായിരിക്കും. രക്ഷിക്കപ്പെട്ടു എങ്കിൽ സ്തുതി സ്തോത്രങ്ങൾ വാ തുറന്ന് പറഞ്ഞിട്ടിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരാണെങ്കിൽ അധരങ്ങളെ തുറന്ന് ജീവനുള്ള ദൈവത്തെ ജീവനോടെ സ്തുതിച്ചിരിക്കും. അത് ബൈബിൾ സ്റ്റഡി ആകട്ടെ, അത് ചെറിയ മീറ്റിംഗ് ആകട്ടെ, വലിയ മീറ്റിംഗ് ആകട്ടെ, വേദപുസ്തക പ്രകാരമായിരുന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനം പറയുന്നു, അതേ, കർത്താവ് അങ്ങനെ ഉപമയിലൂടെ സംസാരിച്ചു. നമ്മളെ വീഴുവാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്നത്, നമ്മൾ നിലനിൽക്കുവാനും വളരുവാനും ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ വീണു പോകാതിരിക്കാനും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിച്ചല്ല സ്തോത്രം ദൈവം വീഴാതവണ്ണം സൂക്ഷിക്കുന്നത്, പകരം ജീവിച്ചാണ് വീണു പോകാതെ വേണം നമ്മൾ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിത ശൈലിയാണ് നാം നിൽക്കണമോ വീഴണമോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നേരെ ചൊവ്വേ ജീവിച്ചില്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും വീണു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. സോ വചനപ്രകാരം ജീവിക്കുന്നവൻ ഒരിക്കലും തകർന്നു പോകത്തില്ല എന്നാണ് യേശു കർത്താവ് ഈ 2 വീടുകളെ കുറിച്ച് പറഞ്ഞത്. ദൈവവചനപ്രകാരം ജീവിക്കുന്നവൻ ഒരിക്കലും പൊളിഞ്ഞു പോകത്തില്ല. അത് വ്യക്തിയായാലും കുടുംബമായാലും മിനിസ്ട്രി ആയാലും സഭയായാലും ദൈവത്തിൻ്റെ വചനപ്രകാരം. വചനം കേൾക്കാനുള്ളതല്ല, വചനം കേട്ട് കൈയടിക്കാനുള്ളതല്ല, വചനം യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് കാണാതെ പഠിക്കാനുള്ളതല്ല, പകരം ദൈവവചനം ജീവിക്കാനുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ ദൈവവചനം കേൾക്കാൻ വന്നു എന്നതല്ല സന്തോഷം, ആ കേട്ടതായ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അവിടെയാണ് കർത്താവ് സന്തോഷിക്കുന്നത്.
ഹല്ലേലൂയ. സോ അങ്ങനെ വചനപ്രകാരം ജീവിക്കുമ്പോൾ സ്തോത്രം വെല്ലുവിളികൾ എത്ര വന്നാലും ഒരിക്കലും തകർന്നു പോകത്തില്ല. ഇവിടെ ഇതാ സ്തോത്രം ഏറ്റവും കുറഞ്ഞത് 4 വെല്ലുവിളികളെ കുറിച്ച് ഒരു ഭവനുമായ ബന്ധത്തിൽ യേശു കർത്താവ് പറയുകയാണ്. എൻ്റെ 25-26 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ വൻമഴ ചൊരിയുകയാണ്, 2 നദികൾ പൊങ്ങുകയാണ്, വീടിന്മേൽ അലക്കുകയാണ്, കാറ്റ് അടിക്കുകയാണ്. സോ ഒരിക്കൽ കൂടെ വൻമഴ ചൊരിയുന്നു, നദികൾ പൊങ്ങുന്നു, കാറ്റടിക്കുന്നു, ആ വീടിന്മേൽ അലയ്ക്കുന്നു. 4 പദപ്രയോഗങ്ങൾ കർത്താവ് പറഞ്ഞു. പക്ഷേ സ്തോത്രം ആ വീട് വീണ് പോയില്ല. സ്തോത്രം ആ വീട് വീണ് പോകാത്തത് അത് പെട്ടെന്ന് പണിതതായ മതിലിന്മേൽ പണിതത് കൊണ്ട് അല്ല. പകരം സ്തോത്രം അല്പം ടൈം എടുത്താലും, അല്പം അധ്വാനം കൂടുതലായാലും, അല്പം മുറിവേറ്റാലും, അല്പം ചെലവ് കൂടുതലാണെങ്കിലും സാരമില്ല. സ്തോത്രം പെട്ടെന്ന് പണിത് പെട്ടെന്ന് വലിയവനാകുന്നതിനേക്കാൾ സ്ലോ ആൻഡ് സ്റ്റഡി എന്ന ക്രമത്തിൽ, നിങ്ങൾ കേട്ടില്ല, സ്ലോ ആൻഡ് സ്റ്റഡി എന്ന ക്രമത്തിൽ പാറയിൽ ഒരുവൻ പണിതപ്പോൾ, ഹല്ലേലൂയ, പാറമേൽ ഒരുവൻ പണിതപ്പോൾ അവൻ ദൈവകൃപയാൽ ആ വീട് നിലനിന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങളുടെ അടിസ്ഥാനം എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതം. നിങ്ങളുടെ അടിസ്ഥാനം എങ്ങനെ ഇരിക്കുമോ അതുപോലെയായിരിക്കും നിങ്ങളുടെ ആത്മീയ ജീവിതം. പക്ഷെ മനസ്സിലാക്കണമേ, എല്ലാവരും കാണുന്നത് മേൽക്കൂരയാണ്. അകലെ നിന്ന് കാണുന്നത് മേൽക്കൂരയാണ്, അടുത്തു വന്ന് കാണുന്നത് ചുവരുകളാണ്. നിങ്ങളുടെ അടിസ്ഥാനം അകലെ ഉള്ളവരും കാണുന്നില്ല, അടുത്തുള്ളവരും കാണുന്നില്ല. ഒരിക്കൽ കൂടെ, അകലെയുള്ളവരും നിങ്ങളുടെ അടിസ്ഥാനം കാണുന്നില്ല, അടുത്തുള്ളവരും നിങ്ങളുടെ അടിസ്ഥാനം കാണുന്നില്ല. പക്ഷെ കാണേണ്ടവൻ നിങ്ങളുടെ അടിസ്ഥാനം കാണുന്നു. അകലെയുള്ളവരും നിങ്ങളുടെ അടിസ്ഥാനം കാണുന്നില്ല, അടുത്തുള്ളവരും നിങ്ങളുടെ അടിസ്ഥാനം കാണുന്നില്ല. നിങ്ങളുടെ അടിസ്ഥാനം, നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇൻവിസിബിൾ ആണ്. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അദൃശ്യമാണ്. അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ മനസ്സിലാക്കുക, എന്നാൽ നിങ്ങൾ നിൽക്കുന്നവരാണോ, നിങ്ങൾ വീഴുന്നവരാണോ, നിങ്ങൾ സ്ട്രോങ് ആണോ, ഇല്ല നിങ്ങൾ ഫീബിൾ ആണോ, നിങ്ങളൊരു തൊട്ടാവാടിയാണോ, ഇല്ല നിങ്ങൾ ഒരു ലബാനോനിലെ ദേവദാരുവാണോ, നിങ്ങൾ അണയുന്നവരാണോ, ഇല്ല നിങ്ങൾ വിടരുന്നവരാണോ, നിങ്ങൾ വാടുന്നവരാണോ, ഇല്ല നിങ്ങൾ തഴയ്ക്കുന്നവരാണോ, നിങ്ങൾ തോൽക്കുന്നവരാണോ, ഇല്ല നിങ്ങൾ ജയിക്കുന്നവരാണോ, നിങ്ങൾ വിശുദ്ധിയിൽ നിൽക്കുന്നവരാണോ, ഇല്ല സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചാഞ്ചാടുന്നവരാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ മേൽക്കൂരയല്ല, നിങ്ങളുടെ ചുവരല്ല, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ അടിസ്ഥാനം എന്തെന്ന് ടെസ്റ്റ് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ ട്രൂ കളർ, നിങ്ങളുടെ തനി നിറം വെളിപ്പെടുന്നത് നിങ്ങൾ ഇതുപോലെ ബൈബിൾ സ്റ്റഡിക്കോ ഞായറാഴ്ച വന്ന സഭായോഗത്തിനോ കൈയടിക്കുമ്പോഴല്ല വെളിപ്പെടുന്നത്. ജീവിതത്തിന് അനുകൂല സാഹചര്യത്തിലല്ല ഒരുവൻ്റെ തനി നിറം വെളിപ്പെടുന്നത്. ആത്മീയ ശുശ്രൂഷയിൽ ചർച്ചയിൽ ഇരിക്കുമ്പോഴല്ല ഒരുവൻ്റെ തനി നിറം മനസ്സിലാക്കുന്നത്. ഒരുവളുടെ ട്രൂ കളർ മനസ്സിലാക്കുന്നത് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴാണ്. ഒരു രഹസ്യ ജീവിതത്തിൽ നിങ്ങളായിരിക്കുമ്പോൾ, പാപം ചെയ്യാൻ സാഹചര്യമുള്ളതായ ജീവിതത്തിലായിരിക്കുമ്പോൾ, അപ്പോഴാണ് നിങ്ങളുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒത്തിരി അഭിനയിക്കുന്നവർ ചർച്ചിൽ വന്നിട്ടുണ്ട്. എല്ലില്ലാത്ത നാവ് കൊണ്ട്, വാചകം കൊണ്ട് മറ്റുള്ളവരെ വീഴ്ത്തുന്നവർ, സ്തോത്രം, അങ്ങനെയുള്ള ഭൂതഗ്രസ്തർ ദൈവസഭയിൽ വന്നിട്ടുണ്ട്. പക്ഷേ 3 ദിവസം 4 ദിവസം മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അനുഭവം നിലനിൽക്കും, അഭിനയം നിലനിൽക്കത്തില്ല. ഹലോ, എന്താ മിണ്ടാതിരിക്കുന്നത്? കൊണ്ടതുകൊണ്ടാണോ മിണ്ടാതിരിക്കുന്നത്? ഹല്ലേലൂയ. അഭിനയം, സ്തോത്രം, നിലനിൽക്കത്തില്ല. പക്ഷെ ക്രിസ്തീയ ജീവിതം അനുഭവമെങ്കിൽ അത് നിലനിൽക്കും. ഒരു കാറ്റിനും, ഒരു തിരമാലയ്ക്കും, ഒരു സ്തോത്രം, അതേ മഴയ്ക്കും, ഒരു വെള്ളത്തിനും അനുഭവങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. അനുഭവങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതം അഭിനയമല്ല, ആത്മീയ ജീവിതം അനുഭവമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. ആത്മീയ ജീവിതം അഭിനയമല്ല, ആത്മീയ ജീവിതം അനുഭവമാണ്. ആത്മീയ ജീവിതം വാചകമടിയല്ല. ആത്മീയ ജീവിതം എല്ലില്ലാത്ത നാവ് കൊണ്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞ് മയക്കി അവരെ ചതിക്കുന്നതല്ല, പകരം ആത്മീയ ജീവിതം അനുഭവിക്കുന്നതാണ്.
ഹല്ലേലൂയ. കാപട്യമല്ല ആത്മീയ ജീവിതം, നാടകമല്ല ആത്മീയ ജീവിതം, പ്ലാറ്റ്ഫോമിൽ വെളിപ്പെടുന്നതല്ല ആത്മീയ ജീവിതം, ചർച്ചിൽ മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്നതല്ല ആത്മീയ ജീവിതം. സ്തോത്രം. അതേ മീറ്റിങ്ങിൽ അതേ ഞാൻ മഹാനെന്ന് തെളിയിക്കുന്നതല്ല ആത്മീയ ജീവിതം. ഞങ്ങൾ ആത്മീയരെങ്കിൽ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിലാണ്, ഞങ്ങളുടെ ജീവിതത്തിലാണ് വെളിപ്പെടുന്നത്. ജീവിതത്തിൽ സ്തോത്രം ഏത് സ്വാധീന വലയത്തിൻ്റെ നടുവിലും ഞങ്ങളുടെ അടിസ്ഥാനം സ്തോത്രം മണലിന്മേലല്ല പാറമേൽ തന്നെ ആയിരിക്കട്ടെ. എബ്രായർ 12:4 പറയുന്നു, പാപത്തോട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കണം. അർത്ഥം സ്തോത്രം അത് ഇപ്പോൾ തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ പോലും പാപം ചെയ്യാത്തവരായി ദൈവകൃപയിൽ നിലനിൽക്കണം. ഒരിക്കൽ കൂടെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? സ്തോത്രം. അതെ, പക്ഷേ അത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ വളരെ പാടാണ്. ഇപ്പോൾ കൊന്നു കളയും എന്ന് പറഞ്ഞാൽ പോലും, ഇപ്പോൾ തട്ടിക്കളയും എന്ന് പറഞ്ഞാൽ പോലും പാപം ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ബലം. അല്ലാതെ പാടിയ പാട്ടിൽ ചേർന്ന് പാടിയതല്ല, എല്ലാവരും കൈയടിച്ചു ഞാനും കൈയടിച്ചു എന്ന് പറയുന്നതല്ല, എല്ലാവരും ബഹളമുണ്ടാക്കി ഞാനും ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞ് നിന്റെ ബഹളത്തിൽ നിർത്തുന്നതല്ല ജീവിതം. ഓ കമാൺ. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും സ്തോത്രം രക്തം ഒഴുകുന്നത് പോലെ ദൈവകൃപയാൽ എൻ്റെ ലൈഫിൽ എന്തു വന്നാലും ഈ പാപത്തിന് മുമ്പിൽ, സ്വാധീനത്തിന് മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ പേരാണ് സ്തോത്രം. അതെ ആത്മീയ ജീവിതം. അത് അഭിനയമല്ല, അത് അനുഭവമാണ്. സ്തോത്രം. അത് അടിസ്ഥാനമാണ്, അത് ഇൻവിസിബിളാണ്, അത് പുറമേ കാണിക്കുന്നതല്ല, അത് ഇൻവിസിബിളാണ്, അത് അദൃശ്യമാണ്. അദൃശ്യമായി കൃപകൾ നിൽക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിന് നേരെ, ആ സഭയ്ക്ക് നേരെ, ആ വ്യക്തിക്ക് നേരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവൻ പറഞ്ഞു പോകാതെ, അവൻ തകർന്നു പോകാൻ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, അവൻ നിന്നത് അവൻ്റെ മേൽക്കൂര കൊണ്ടല്ല, അവൻ്റെ ചുവരിൻ്റെ പെയിൻറ്റിൻ്റെ കളർ കൊണ്ടല്ല, അവൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഒരിക്കൽ കൂടെ, അവൻ്റെ അടിസ്ഥാനം സ്ട്രോങ് ആയതുകൊണ്ട് വന്ന പ്രശ്നത്തെക്കാളും പൊരുതിയ പിശാചിനെക്കാളും അവൻ്റെ ദൈവം വലിയവനായതുകൊണ്ട്, അവൻ്റെ ദൈവത്തോട് അവന് ആഴമായൊരു ബന്ധമുള്ളത് കൊണ്ടാണ് അവൻ കൃപയിൽ നിലനിന്നത്. കാണിച്ചേ പറ്റത്തുള്ളൂ. ഈ തലമുറയിൽ വെല്ലുവിളിക്കുന്ന ലോകത്തിന് മുൻപിലും തോൽപ്പിപ്പാൻ പുറപ്പെട്ടിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ നടുവിലും ഞാൻ വീഴുന്നതായ ഒരു വീടല്ല, ഞാൻ നിലനിൽക്കുന്നതായ വീടാണ്. ഹല്ലേലൂയ. സ്തോത്രം. മണലിന്മേലല്ല ഞാൻ പണിതിരിക്കുന്നത്. യേശു എൻ അടിസ്ഥാനം, ആശ അവനിലത്രേ. കമോൺ, പാടിയിട്ടുള്ളവർ ആമേൻ പറഞ്ഞേ. യേശു എൻ്റെ അടിസ്ഥാനം. പണമല്ല എൻ്റെ അടിസ്ഥാനം, വിസയല്ല, സ്ഥാനമല്ല, വിദ്യാഭ്യാസമല്ല, ഈവൻ പ്ലാറ്റ്ഫോം പോലുമല്ല. യേശുവാണ് അടിസ്ഥാനം. ബാക്കി ഏതെന്റെ അടിസ്ഥാനമായാലും എപ്പം നീ തൊലഞ്ഞെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ യേശുവാണ് അടിസ്ഥാനമെങ്കിൽ ആർക്കും ഒന്നിനും നിന്നെ പൊളിക്കുവാൻ കഴിയത്തില്ല. വരുന്നത് തോൽക്കും, നീ അവയെ ജയിക്കും. ഹല്ലേലൂയ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. സ്തോത്രം. സോ അങ്ങനെ അടിസ്ഥാനമായിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാനാണ് ഇന്ന് വൈകുന്നേരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സുവർണ്ണ അവസരം. ദിസ് ഈസ് സോ പവർഫുൾ. സ്തോത്രം. അടിസ്ഥാനമായ ഉപദേശങ്ങൾ എന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടിസ്ഥാന ഉപദേശങ്ങൾ, അപ്പോസ്തലപ്രവൃത്തി 2 നിന്നുള്ള അടിസ്ഥാന ഉപദേശങ്ങൾ. എന്നാൽ സ്തോത്രം, ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ആ അടിസ്ഥാന ഉപദേശങ്ങളല്ല, അടിസ്ഥാന വിശ്വാസങ്ങൾ. അല്ലെങ്കിൽ സ്തോത്രം, നമ്മുടെ വിശ്വാസ പ്രമാണം. എഴുതിയെടുത്ത് കാണാതെ പഠിക്കണം. നമ്മുടെ വിശ്വാസ പ്രമാണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വാട്ട് വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. നല്ലൊരു പോസ്റ്റർ DTP കടയുണ്ടല്ലോ, അല്ലെങ്കിൽ അതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഞങ്ങളുടെ പിള്ളേരൊക്കെ കമ്പ്യൂട്ടറിൽ നൈപുണ്യമുള്ളവരാണെങ്കിൽ, കഴിവുള്ളവരാണെങ്കിൽ വാട്ട് വി ബിലീവ് എന്ന് പറഞ്ഞ് നല്ലൊരു പോസ്റ്റർ വീട്ടിലുണ്ടാക്കി നിങ്ങളുടെ ഫ്രിഡ്ജിലോ നിങ്ങളുടെ അലമാരയുടെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോ പോലെ വളരെ നന്നായി സൂക്ഷിച്ചാട്ടെ. വാട്ട് വി ബിലീവ്, എന്താണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അയ്യോ സ്തോത്രം. നിങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവരും ഒന്ന് കാണട്ടെ, ഞങ്ങൾ വിശ്വസിക്കുന്നത്.
ആമേൻ. അപ്പോഴവർ മനസ്സിലാക്കട്ടെ, ഓഹോ, ഇതാണ് നിങ്ങളുടെ വിശ്വാസം. ഇൻ കേസ് നിങ്ങൾ പറയാൻ മറന്നുപോയാലും നിങ്ങൾ വീട്ടിൽ വരുന്ന എല്ലാവരും കാണണം എന്താണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ ഡെയിലി പിള്ളേർ ഇത് കാണണം, അവർ കാണാതെ പഠിക്കണം എന്താണ് അവർ വിശ്വസിക്കേണ്ടത്. അവർ വിശ്വസിക്കേണ്ടത് അന്യഭാഷയിൽ അല്ല, അവർ വിശ്വസിക്കേണ്ടത് ഏതോ മാനിഫെസ്റ്റേഷൻസിലല്ല, ഏതോ സ്തോത്ര പ്രസംഗങ്ങളിലല്ല, പ്രാസിംഗിലല്ല, ചർച്ച് പ്രോഗ്രാമിലല്ല അവർ വിശ്വസിക്കുന്നത്. പകരം അവർ വിശ്വസിക്കേണ്ടത് കർത്താവിലാണ് വിശ്വസിക്കേണ്ടത്. അന്യഭാഷയെന്ന് ഞാൻ മീൻ ചെയ്തത് ശബ്ദത്തിലല്ല അവർക്ക് അതെ വിശ്വാസം വേണ്ടിയത്, പകരം കർത്താവിലാണ് അവർക്ക് വിശ്വാസം വേണ്ടിയത്. കരകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആ അടിസ്ഥാനം നമുക്കുണ്ടായിരിക്കണം. ആ അടിസ്ഥാനം നമുക്കില്ലെങ്കിൽ സ്തോത്രം അതെ നാം പാളിപ്പോകും. എബ്രായലേഖനം 6:2 പറയുന്നു, പിന്നെയും അടിസ്ഥാനമിടാതെ. അപ്പോൾ എബ്രായർ 6:2 പറയുകയാണ്, പിന്നെയും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനം ഉണ്ട് എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ഒരു വീട് പോലെയെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് അടിസ്ഥാനമുണ്ട്. എഫെസ്യ ലേഖനം 2:3 ഉപമകൾ സഭകളെ കുറിച്ച് പറയുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, സഭ ഭവനമാണ്, അതുപോലെ സഭ കെട്ടിടമാണ്. ഒരു കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. നല്ലൊരു ആമേൻ പറഞ്ഞേ. കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിന്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഒരു അടിസ്ഥാനമുണ്ട്. ഈ ഭൂമിയിൽ നമ്മളൊരു കെട്ടിടമായി നിൽക്കുന്നു, അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട്. ഒരു ഉപമാനമാണ് ഒരു കെട്ടിടം പോലെ നിങ്ങൾക്കൊരു അടിസ്ഥാനമുണ്ട്. എബ്രായ 11:30 അബ്രഹാം സ്തോത്രം ദൈവം ശില്പിയായി ദൈവം അടിസ്ഥാനമിട്ട നഗരത്തിന് വേണ്ടി കാത്തിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പോൾ ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനം ഇട്ടതും. അപ്പോൾ ദൈവം സൂപ്പർ കൺസ്ട്രക്ഷൻ്റെ പുറമേയുള്ള കാര്യങ്ങളുടെ കാര്യാദികളെ മാത്രമല്ല ദൈവം കാണിക്കുന്നത്, ദൈവം അടിസ്ഥാനമിടുന്നവനാണ്. ഓ കമാൺ ഹല്ലേലൂയ. സോ ദൈവത്തിന് മുൻപിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൗണ്ടേഷൻ. സോ എന്താണ് നമ്മുടെ അടിസ്ഥാനം? പറഞ്ഞാട്ടെ, എന്താ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം? ഞാൻ ഒരു കാര്യം തുറന്ന് പറയട്ടെ. ഇന്ന് പകല് സ്തോത്രം നമ്മുടെ ഓഫീസിൽ വെച്ച് നല്ലൊരു പ്രാർത്ഥനയുടെ ഒരു സമയമുണ്ടായിരുന്നു. കുറേ സഹോദരങ്ങൾ കടന്നു വന്നു. അവരുടെ ചിലർ ഇന്ന് വൈകിട്ടും സ്തോത്രം സ്പെഷ്യലി ഞാൻ പറഞ്ഞതുകൊണ്ട് വന്നു. നിങ്ങളെ ഓരോരുത്തരോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. അതേ സ്തോത്രം എല്ലാ കാര്യവും ചോദിച്ചപ്പോൾ നമ്മളുടെ കോൺഗ്രിഗേഷനിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് പീപ്പിളാണ്. ഏറ്റവും നന്നായി ദൈവവചനം അറിയാവുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷേ അവർക്ക് പോലും അതെല്ലാം ഫില്ല് ചെയ്യാൻ എല്ലാം പറവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. കാണാതെ ചോദിച്ചാൽ എനിക്ക് പോലും ചിലപ്പോൾ പറവാൻ കഴിയത്തില്ല. ഈ തലമുറയിൽ എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പാസ്റ്റർമാർ പോലും പറയത്തില്ല. എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ സ്തോത്രം പ്രാസംഗന്മാർക്ക് പോലും പ്രബന്ധക്കൊണം കഴിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, സെക്കൻഡ് ജനറേഷനോട് എന്താ വിശ്വാസം, ക്രിസ്തീയ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അവർ വേവർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ ക്രിസ്തീയ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണിത്. ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിശ്വാസം വെല്ലുവിളിയിലൂടെ പോകുന്ന ദിവസങ്ങളാണിത്. സ്തോത്രം. അത് യേശു കർത്താവ് തന്നെ അന്ത്യകാലത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ വാണിംഗായി പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അർത്ഥം, വാട്ട് യു ബിലീവ്, നിങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിക്കേണ്ടത്? നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അൺഷേക്കബിളായി, അൺകറപ്റ്റഡായി, ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയാതെ, ആർക്കും നിങ്ങളെ മുട്ടിക്കാൻ കഴിയാതെ തല ഉയർത്തി ജയിച്ചു നിൽപ്പാൻ എന്തൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? നമ്പർ 1 സ്തോത്രം. ഒന്നാമതായി ഞാൻ പറയട്ടെ, ഒന്നാമതായി നിങ്ങൾ വിശ്വസിക്കേണ്ടത് അതേ കർത്താവിൻ്റെ വചനം, ഈ വിശുദ്ധ ബൈബിൾ ദൈവവചനം എന്ന് വിശ്വസിക്കണം. എഴുതിയെടുക്കണം, വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെട്ടെന്ന് എഴുതിയാട്ടെ, വിശുദ്ധ ബൈബിൾ ദൈവവചനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വ്യക്തിയായി, കുടുംബമായി, സഭയായി പറയേണ്ടത് ഈ കറുത്ത ബൈൻഡിട്ട പുസ്തകം ഇത് വിശുദ്ധ ബൈബിളാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ഐഡിയ അല്ല ദൈവത്തിൻ്റെ വചനം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം, അതേ സ്തോത്രം 2 പത്രോസിൻ്റെ ലേഖനം, മക്കളെ 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ.
2 പത്രോസ് 1:20-21 പറയുന്നു, തിരുവെഴുത്തിൻ്റെ പ്രവചനം ഒന്നും സ്വന്തമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. 21 വാക്യം, സ്തോത്രം. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വന്തമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. സോ അതിനർത്ഥം ദൈവത്തിൻ്റെ വചനം, 20 വാക്യം, ദൈവത്തിൻ്റെ വചനം സ്വന്തം, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വന്തം വ്യാഖ്യാനത്താൽ ഉളവായതല്ല. സ്തോത്രം. സോ ദാറ്റ് മീൻസ് ദൈവവചനം പ്രൈവറ്റ് അല്ല. ദൈവത്തിൻ്റെ വചനം തോന്നിയതുപോലെ കോട്ടിമാട്ടാനുള്ളതല്ല. കാരണം ദൈവവചനം നമുക്കുള്ളതാണെങ്കിലും, ഒരിക്കൽ കൂടെ, ദൈവവചനം നമുക്കുള്ളതാണെങ്കിലും ദൈവവചനം നമ്മുടേതല്ല. ഓ കമാൺ, ദൈവത്തിൻ്റെ വചനം നമ്മുടേതല്ല, ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെതാണ്. വചനത്തിന് തുല്യം വചനമാണ്, വചനത്തിന് തുല്യം വചനമാണ്. വചനത്തിന് തുല്യമായി ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് കർത്താവ്. സ്വർഗത്തിലവൻ്റെ പേര് ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിലെ യേശുവിൻ്റെ പേര് ദൈവവചനം. സോ യേശുവിന് എത്ര പ്രാധാന്യമുണ്ടോ അതേ പ്രാധാന്യം വചനത്തിന് കൊടുക്കണം. സ്തോത്രം. അതേ, തെറ്റില്ലാത്ത ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. ലോകത്തിലുള്ള ഏത് പുസ്തകം നിങ്ങൾ നോക്കിയാലും അതിൽ തെറ്റുണ്ടായിരിക്കും. ലോകത്തിലുള്ള ഏത് മനുഷ്യർ എന്ത് പറഞ്ഞാലും തെറ്റുണ്ടായിരിക്കും. ലോകത്തിൽ പ്രാസംഗികന്മാർ ഏത് പ്രാസംഗികനെ കൊണ്ടുവന്ന് വാക്കിൽ പിടിപ്പാൻ വേണ്ടി കാത്തിരുന്നു നോക്ക്. ആ പ്രാസംഗികന്മാർ, ഞാൻ പറയുന്നത് ചർച്ചിൽ വന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികന്മാർ പറയുന്ന പ്രസംഗത്തിന് തെറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ അവർ കൊണ്ടുകയറി വരുന്ന, അവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ ഒരു തെറ്റും നിങ്ങൾക്ക് കണ്ടുപിടിപ്പാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക നിങ്ങൾക്ക് തിരുത്തുവാൻ കഴിയും. വിക്കിപീഡിയ നിങ്ങൾക്ക് തിരുത്തുവാൻ കഴിയും. പക്ഷേ തിരുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരേ ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. ലോകത്തിലുള്ളതായ ബാക്കിയുള്ള ഏത് പുസ്തകവും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ ഒരിക്കലും ഡൗൺ റേറ്റ് ആകാതെ എന്നെന്നും ഇന്നലെ ഇന്ന് ഇനി കാലം 500 അല്ല, ഇനി 10,000 വർഷം മുന്നിലേക്ക് പോയാലും സ്തോത്രം, അതേ അപ്ഡേഷൻ ആവശ്യമില്ലാത്ത ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ വചനം. എന്നെന്നും നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. 119 സങ്കീർത്തനം മുഴുവൻ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് മാത്രമാണ്. വചനത്തിൻ്റെ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ സങ്കീർത്തനം 119 119 സങ്കീർത്തനം പറയുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം. ദൈവം നിലനിൽക്കുന്നവനാണ്. ഞാനത് വീണ്ടും പറയും. ദൈവം നിലനിൽക്കുന്നവനായതുപോലെ ദൈവത്തിൻ്റെ വചനവും നിലനിൽക്കുന്നു. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അതെ, അതുകൊണ്ട് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ദൈവകൃപയാൽ നിലനിൽക്കുന്നു. ഈ ദൈവവചനം നമുക്കായി കർത്താവ് നൽകി, നമുക്ക് വേണ്ടി നൽകി, മനുഷ്യന് വേണ്ടി നൽകി, നമുക്ക് വേണ്ടി നൽകി. സ്തോത്രം. മനുഷ്യരിലൂടെയാണ് ദൈവം വചനം നൽകിയത്. അങ്ങനെയല്ലയോ വായിച്ചത്? സ്തോത്രം. മനുഷ്യരിലൂടെ. മക്കളെ, ആ 20 വാക്യം ഒരിക്കൽ കൂടെ 2 പത്രോസ് 1:20, തിരുവെഴുത്തിൻ്റെ പ്രവചനം സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നില്ല എന്ന് ആദ്യമേ അറിഞ്ഞുകൊള്ളണം. സ്വയം ഏതോ മനുഷ്യൻ്റെ സ്വയത്തിൽ നിന്നല്ല വന്നത്. പകരം 21 വാക്യം, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ പരിശുദ്ധാത്മ നിയോഗത്താൽ മനുഷ്യനിലൂടെയാണ് വന്നത്. മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പ്രാപിച്ചിട്ടാണ് വന്നത്. ഉദാഹരണമായി തോറ മോശയിലൂടെയാണ് 5 പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. തോറ 5 പുസ്തകം എഴുതിയത് മനുഷ്യനിലൂടെ, മോശയിലൂടെയാണ് എഴുതിയത്. സ്തോത്രം. സങ്കീർത്തനങ്ങൾ ദാവീദിലൂടെയാണ് എഴുതിയത്. 13 ലേഖനങ്ങൾ പൗലോസിലൂടെയാണ് എഴുതിയത്. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കണം, സ്തോത്രം, അത് നമുക്ക് വേണ്ടിയാണ് സ്തോത്രം ദൈവം എഴുതിയത്. എന്നാൽ നമ്മിൽ നിന്നല്ല അത് എഴുതിയത്, മനുഷ്യരിൽ നിന്നല്ല എഴുതിയത്. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലായില്ല. ദൈവത്തിൽ നിന്നാണ് അത് വന്നത്, അത് മനുഷ്യരിൽ നിന്നല്ല വന്നത്. മനുഷ്യരിൽ നിന്ന് വന്നെങ്കിൽ അതിന് തെറ്റുണ്ടാകാമായിരുന്നു. മനുഷ്യരിൽ നിന്ന് വന്നെങ്കിൽ അത് നിലനിൽക്കത്തില്ലായിരുന്നു. മനുഷ്യരിൽ നിന്ന് വന്നെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു. മനുഷ്യരിൽ നിന്ന് വന്നെങ്കിൽ അത് തിരുത്തി എഴുതണമായിരുന്നു. എന്നാൽ ഇത് ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട്, ദൈവം അതിൻ്റെ ഉടമസ്ഥനായതുകൊണ്ട്, ദൈവം നിസ്വാസ്യമായതുകൊണ്ട്,
ഓ സ്തോത്രം, അത് തിരുത്തി എഴുതേണ്ട കാര്യം ഇല്ല. 2 തിമോഥെയോസ് 3:16 പറയുന്നു, ദൈവത്തിൻ്റെ ശ്വാസം, ദൈവനിശ്വാസമാണ് സ്തോത്രം തിരുവചനം. ഓ ദൈവത്തിൻ്റെ ശ്വാസത്തിൻ്റെ പേര് റുവ എന്നാണ്. ദൈവത്തിൻ്റെ ശ്വാസം സ്തോത്രം. ആദമിനെ ദൈവം മണ്ണ് കൊണ്ടുണ്ടാക്കിയവൻ്റെ മേൽ ജീവശ്വാസം ഊതിയപ്പോൾ ജീവനുള്ള ദേഹിയായവൻ എഴുന്നേറ്റ് വന്നു. ആ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം. ഓ കമാണ്, ഹല്ലേലൂയ. ആ ശ്വാസമാണ് ദൈവത്തിൻ്റെ വചനം. ശ്വാസമില്ലെങ്കിൽ അവൻ മണ്ണാണ്. എത്ര മണ്ണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. വചനമില്ലാത്തവർ നീ ഒരു മണ്ണെന്ന് ദൈവവചനം പറയുന്നു. പക്ഷെ നിന്നെ ജീവിപ്പിക്കുന്നത് ടി വി അല്ല, യൂട്യൂബ് അല്ല, ഫേസ്ബുക്ക് അല്ല. നിന്നെ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ജീവൻ പ്രാപിക്കണമെങ്കിൽ അലമാരയിൽ അതിന് വയ്ക്കല്ല്, അതേ കട്ടലിൻ്റെ അടിയിൽ, തലേണയുടെ അരികിൽ വയ്ക്കരുത്. അത് നിൻ്റെ ഹൃദയത്തിലാണ് നീ വയ്ക്കേണ്ടത്. ദൈവവചനം നീ വായിക്കണം, ദൈവവചനത്തിന് പ്രാധാന്യം നൽകണം. അതുകൊണ്ട് ഞാൻ ബൈബിൾ വിശുദ്ധ സ്തോത്രം ദൈവവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ വിശ്വാസം, നിങ്ങളുടെ അടിസ്ഥാനമാണ് ബൈബിൾ ദൈവവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഏതൊരു അടയാളമായാലും, ഏതൊരു കുത്തായാലും, ഏതൊരു കോമയായാലും അത് ദൈവത്തിൽ നിന്നാണ് വന്നത്. ദൈവവചനം സ്തോത്രം കർത്താവാണ്. ഇതിൽ സ്തോത്രം കൂട്ടേണ്ട കാര്യമില്ല, ഇത് കുറയ്ക്കേണ്ട കാര്യമില്ല. ഇതിനെ മിസ്കോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വെളിച്ചത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനല്ല, അവൻ ഇരുളിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവനാണ്. എന്നാൽ ദൈവവചനം വാളാണ്. യേശു കർത്താവ് വചനം പറഞ്ഞപ്പോൾ ശത്രു വെട്ടുകൊണ്ട് ഓടിയതുപോലെ ദൈവവചനത്തെ ചോദ്യം ചെയ്യുന്ന സകല ശക്തികൾക്കെതിരെ ഈ ദിവസങ്ങളിൽ സഭ ശബ്ദം ഉയർത്തട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്തോത്രം അതേ ദൈവത്തിൻ്റെ വചനമാണ്. വിശുദ്ധ ബൈബിൾ ദൈവവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വിശുദ്ധ ബൈബിൾ. കേട്ടില്ല, അങ്ങനെയല്ല, ശക്തിയോടെ വിശുദ്ധ ബൈബിൾ ദൈവവചനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, ഒന്നാമത് വിശുദ്ധ ബൈബിൾ ദൈവവചനമെന്ന് വിശ്വസിക്കുന്നു. നമ്പർ 2, ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക സത്യ ദൈവം സ്തോത്രം. ഏക സത്യ ദൈവം, ഏക ദൈവം ഏകനാണ്. നമുക്ക് പല ദൈവങ്ങളില്ല, നമുക്കൊരപ്പനാണുള്ളത്. പക്ഷേ ആ ദൈവം 3 മണ്ഡലങ്ങളിൽ 3 സ്തോത്രം വിധത്തിൽ ദൈവം ചലിക്കുകയുണ്ടായി. 3 വിധത്തിൽ ദൈവം ചലിച്ചു. ഒരേ ദൈവം തന്നെയാണ് സ്തോത്രം. 3 തരത്തിൽ ദൈവം ചലിച്ചു. അതുകൊണ്ടാണ് പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം എന്ന് പറയുന്നത്. അത് ഭാഗികമായി കേട്ടിട്ട് ക്രിസ്ത്യാനിക്ക് 3 ദൈവമെന്നുണ്ടെന്ന് ഒരിക്കലും പറയല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഏക സത്യ ദൈവം. അവൻ വ്യത്യസ്ത തലങ്ങളിൽ 3 സ്തോത്രം തലങ്ങളിലാണ്, 3 തരത്തിലാണ് ദൈവം ചലിക്കുന്നത്. ഉദാഹരണമായി ഐസിനെ നോക്കിയാട്ടെ. കുറച്ച് ഐസ് എടുക്ക്. ആ ഐസ് ഉരുകിയാൽ സ്തോത്രം വെള്ളമാകും. ആ വെള്ളത്തെ നിങ്ങൾ നന്നായി ഒന്ന് തിളപ്പിക്ക്, അത് നീരാവിയായി തീരും. ഐസിൻ്റെ കണ്ടൻറ്റും വെള്ളത്തിൻ്റെ കണ്ടൻറ്റും നീരാവിയുടെ കണ്ടൻറ്റും ഒന്ന് തന്നെയാണ്. ഒരിക്കൽ കൂടെ H2O തന്നെയാണ് എല്ലാറ്റിലും ഉള്ളത്. ഐസിലും H2O, വെള്ളത്തിലും H2O, നീരാവിയിലും H2O. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, ഐസുള്ളപ്പോൾ വെള്ളമില്ല, നീരാവിയില്ല. വെള്ളമുള്ളപ്പോൾ ഐസില്ല, നീരാവിയില്ല. നീരാവിയുള്ളപ്പോൾ ഐസില്ല, വെള്ളമില്ല. പക്ഷെ പിതാവായ ദൈവം സ്വർഗത്തിൽ ചരിച്ച നാളുകളിൽ, ആദാം തുടങ്ങി മലാക്കി വരെയുള്ളതായ ദിവസങ്ങളിലും സ്വർഗത്തിൽ ആരുണ്ട്? പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. മറിയുടെ ഗർഭപാത്രത്തിൽ ദൈവം വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഡ്രസ് ചെയ്ത് അവൻ സ്തോത്രം കൺസീവായി ലോകത്തിൽ കടന്നു വന്ന് അവൻ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയും സ്തോത്രം സ്വർഗത്തിൽ ആരുണ്ട്? പിതാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇന്ന് സ്തോത്രം യേശു കർത്താവ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് പകർന്നത് തുടങ്ങി. റാപ്ചർ ഓഫ് ദ ചർച്ച്, ദൈവസഭയുടെ ഉൾപ്രാവണം വരെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നതായ സമയത്ത് സ്വർഗത്തിൽ ആരുണ്ട്? പിതാവുണ്ട്, പുത്രനുണ്ട്. അതൊരു മിസ്റ്ററിയാണ്. അയ്യോ, മനസ്സിലാകുന്നില്ല. ആരോ പറയുന്നു മനസ്സിലാകുന്നില്ല. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതേ ദൈവം ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി യേശുവായി വന്നപ്പോൾ, ഇമ്മാനുവേൽ വന്നപ്പോൾ സ്വർഗം ഒഴിഞ്ഞില്ലേ? ഇല്ല, സ്വർഗം ഒഴിഞ്ഞില്ല. അയ്യോ, അതപ്പോഴും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാകാത്തതായ കാര്യം. നിങ്ങൾക്കും എനിക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് രഹസ്യങ്ങൾ, മിസ്റ്ററി, മർമ്മങ്ങൾ എന്നാണ് പറയുന്നത്. മനസ്സിലാകാത്ത കാര്യം നമുക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. ഞാൻ ഇനി മനസ്സിലാകാത്ത ഒരു കാര്യം കൂടെ പറയാം. ബ്രൗൺ നിറത്തിലുള്ള പശുവിനെ കണ്ടിട്ടുള്ളവർക്കാരെങ്കിലും ഉയർത്തിയാട്ടെ. ചിലർ തിന്നിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. സ്തോത്രം. അതെ, ബ്രൗൺ നിറത്തിലുള്ള പശു പച്ച നിറത്തിലുള്ള പുല്ല് തിന്നുമ്പോൾ വെള്ള നിറത്തിലുള്ള പാല് കിട്ടുന്നു. പറ, അതെങ്ങനെ നടക്കും?
ബ്രൗൺ നിറത്തിലുള്ള പശു പച്ച നിറത്തിലുള്ള പുല്ല് തിന്നുന്നു, പക്ഷേ പുറത്തു വരുന്നത് വെള്ള നിറത്തിലുള്ള പാല് വരുന്നു. ബ്രൗൺ നിറത്തിലുള്ള പശു പച്ച നിറത്തിലുള്ള പുല്ല് തിന്നുമ്പോൾ വെള്ള നിറത്തിലുള്ള പാല് കിട്ടുന്നു. മനസ്സിലായോ? എങ്ങനെ കിട്ടുന്നു? മനസ്സിലായോ? അത് മനസ്സിലായില്ല എങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതൊരു മർമ്മമാണ്, അതൊരു മിസ്റ്ററിയാണ്. ഏക സത്യ ദൈവം, ഏക സത്യ ദൈവത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം നാം വിശ്വസിക്കുന്നു. ദൈവത്തെ ആരോ നിർമ്മിച്ചതല്ല, ദൈവത്തെ ആരോ ഉളവാക്കിയവനല്ല. ദൈവം സ്തോത്രം സകലത്തിനെ ഉളവാക്കിയവനാണ്. ദൈവത്തെ ആരോ നിർമ്മിച്ചവനല്ല, പകരം ദൈവം എല്ലാറ്റിനും നിർമ്മിച്ചവനാണ്. ദൈവത്തെ ആരോ സൃഷ്ടിച്ചവനല്ല, ദൈവം സകലത്തിനെ സൃഷ്ടിച്ചവനാണ്. ദൈവം എറ്റേണലാണ്, നിത്യത തുടങ്ങി നിത്യത വരെ. സ്തോത്രം. ദൈവം അതേ സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ദൈവം സർവവ്യാപിയാണ്. ഒരിക്കൽ കൂടെ, നിത്യത തുടങ്ങി നിത്യത വരെ ദൈവം എറ്റേണലാണ്, ദൈവം നിത്യനാണ്. ദൈവം ഒരിക്കലും പറയുന്നില്ല സുരേഷ് 1960കളിൽ ഞാൻ കേരളത്തിൽ ശക്തമായിട്ട് ചലിച്ചു, ഇപ്പം ഞാൻ ആ പരിപാടിയൊക്കെ എന്നങ്ങ് നിർത്തി, ഇപ്പം ഞാൻ വേറെ രീതിയിൽ ബൈബിൾ ക്ലാസ്സിൽ മാത്രമാണ് ഞാൻ ചലിക്കുന്നത്, നമുക്കതുകൊണ്ട് ശാന്തമായി ഇരുന്ന് വചനം മാത്രം കേട്ട് പിരിയാം എന്ന് ദൈവം തന്നെ മനസ്സ് മാറ്റിയിട്ടില്ല, ദൈവം തൻ്റെ പദ്ധതി മാറ്റിയിട്ടില്ല, ദൈവം ശക്തിയിൽ കുറഞ്ഞിട്ടില്ല. അന്നത്തെ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവം പറഞ്ഞു ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു I am that I am. ദൈവം ഒരിക്കലും പറഞ്ഞില്ല I was that I was or I shall be that I shall be. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ആയിരുന്നു എന്ന്. ദൈവം ഒരിക്കലും പറഞ്ഞില്ല ഞാൻ ആകാൻ പോകുന്നു എന്ന്. എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലാ തലമുറയിലും ദൈവം പറയുന്നു I am that I am. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഇന്നും ദൈവം രക്ഷിക്കുന്നു, ഇന്നും ദൈവം വിടുവിക്കുന്നു, ഇന്നും ദൈവം സൗഖ്യമാക്കുന്നു, ഇന്നും ദൈവം പരിശുദ്ധാത്മാവ് നിറയ്ക്കുന്നു, ഇന്നും ദൈവം ആശ്വസിപ്പിക്കുന്നു, ഇന്നും ദൈവം എന്നെയും നിങ്ങളെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. മാറ്റമില്ലാത്തവനായ ദൈവം, വയസ്സാകാത്തവനായ ദൈവം, ക്ഷീണിക്കാത്തവനായ ദൈവം, ആ ദൈവത്തെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. കരങ്ങളടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. രണ്ടാമത്തെ നിങ്ങളുടെ വിശ്വാസം, ഏക സത്യ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 3, മൂന്നാമത് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ നിങ്ങളുടെ വിശ്വാസമാണ് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ചിലർ ചോദിക്കും ദൈവത്തിന് പുത്രനുണ്ടോ? ദൈവത്തിന് പുത്രനുണ്ടെങ്കിൽ ദൈവത്തിന് ഭാര്യ ഉണ്ടാകണമല്ലോ. സ്തോത്രം. പക്ഷേ നീ പറയേണ്ടത് യേസ്, ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലസമ്പൂർണതയിൽ ഗലാത്യർ 4:4 പറയുന്നു, വിത്ത് ദ fullness of time, appointed time, ദൈവത്തിൻ്റെ ടൈം. ദൈവത്തിൻ്റെ ടൈം 100% ദൈവത്തിൻ്റെത് മാത്രമാണ്. ദൈവത്തിൻ്റെ ടൈം ദൈവം പിശാചിനായി 50-50 ആയി വേർതിരിക്കാറില്ല. ദൈവം പറഞ്ഞു ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും, ദൈവം എഴുന്നേൽക്കും, ശത്രുക്കൾ ചിതറിപ്പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയം നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ചേർച്ചിൽ, നിൻ്റെ ദേശത്തിൽ വെളിപ്പെടുമ്പോൾ അത് ദൈവത്തിൻ്റെ സമയം മാത്രമായിരിക്കും. ദൈവം ഒരിക്കലും സ്തോത്രം തൻ്റെ സമയം പിശാചുമായി പങ്കുവെക്കാറില്ല. കാരണം ദൈവവും പിശാചുമായി പാർട്ട്നേഴ്സ് അല്ല. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം, മനസ്സിലായില്ല, ദൈവം തൻ്റെ ടൈം പിശാചുമായി പങ്കുവെക്കാറില്ല. കാരണം ദൈവവും പിശാചും പങ്കാളികളല്ല, പാർട്ട്നേഴ്സ് അല്ല. അതുകൊണ്ട് തൻ്റെ സമയത്ത് മാത്രം ചലിക്കുന്നവനാണോ ദൈവം. കാലസമ്പൂർണതയിൽ മനുഷ്യനായ യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു. കർത്താവിൻ്റെ വിശുദ്ധ രക്തം, സ്തോത്രം, അതെ പുരുഷന്റെ ഇഷ്ടത്താലല്ല, പുരുഷനാലുമല്ല, കർത്താവിൻ്റെ വിശുദ്ധ രക്തം മറിയയുടെ ഗർഭമാത്രത്തിൽ നിക്ഷേപിക്കപ്പെട്ടത് നിമിത്തം വിശുദ്ധ സന്തതിയായി അവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. കേട്ടവർ ആമേൻ പറഞ്ഞാണ്. വിശുദ്ധ സന്തതിയായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി. വായ് എന്തുകൊണ്ട് ദൈവപുത്രൻ മനുഷ്യപുത്രനായി? മനുഷ്യപുത്രരാകുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാർ ആയിത്തീരേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്ന കേട്ടവർ മാത്രം 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. മാനവജാതിയിൽ ഒത്തിരി പേർ ജനിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ആയിരിക്കാം, ചേർച്ചിലായിരിക്കാം, സ്തോത്രം ഗോഡ്സി ആയിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം അതെ ആരൊക്കെ പറ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരിക്കാം, ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരിക്കാം, മാവോ സേതുങ് ആയിരിക്കാം, സ്തോത്രം അതെ അഡോൾഫ് ഹിറ്റ്ലർ ആയിരിക്കാം. മഹാന്മാരായി അനേകർ അതെ ജനിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ
അലക്സാണ്ടർ, സ്തോത്രം, അതെ, മുസോളിനി, പിന്നെ നെപ്പോളിയൻ, അശോക ചക്രവർത്തി, ധാരാളം രാജാക്കന്മാർ, ചക്രവർത്തിമാർ, നേതാക്കന്മാർ, മതസ്ഥാപകർ, സ്തോത്രം, രാഷ്ട്രീയ നേതാക്കന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഒക്കെ മരിച്ചിട്ടുണ്ട്. ഒത്തിരി പേർ ജനിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളവർ ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചത്. യേശുവിൻ്റെ ജനനം കന്യകാ ജനനമായിരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം, സ്തോത്രം, അതെ, കന്യകാ ജനനമായിരുന്നു. അതുപോലെ ജനിച്ചതായ ഒരൊറ്റ വ്യക്തി പോലും മാനവ ചരിത്രത്തിൽ ഇല്ല. അത് മനസ്സിലാക്കുന്നവർ ജീവനുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാടെ. മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കന്യകാ ജനനം, യേശുവിൻ്റെ ജനനം കന്യകാ ജനനമായിരുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. യേശുവിൻ്റെ ജനനം കന്യകാ ജനനം. അതുപോലെ ജനിച്ചിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. കന്യകാ ജനനം, യേശുവിൻ്റെ ജനനം, സ്തോത്രം, അവൻ പാപമില്ലാത്തവനായിട്ടാണ് ജനിച്ചത്. മോഹത്തിലല്ല ജനിച്ചത്. സ്തോത്രം, വിശുദ്ധയുടെ സന്താനമായി യേശു ജനിച്ചെന്ന് റോമർ 1:4 പറയുന്നു. എൻ്റെ ജനനത്തിൽ മാത്രമല്ല അവൻ്റെ ജീവിതത്തിലും പാപമുണ്ടായിരുന്നില്ല. യേശു കർത്താവിൽ പാപമില്ല. എബ്രായർ 2:18, 4:15, 2:18, 4:15, പാപം ഒഴികെ അവൻ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. യേശു കർത്താവിൽ പാപമില്ല. തൻ്റെ അടുക്കൽ കുറ്റം കണ്ടുപിടിപ്പാൻ കാത്തിരുന്നവർ നോക്കി അവൻ ഇങ്ങനെ ചാലഞ്ച് ചെയ്ത് സംസാരിച്ചു. നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്ത്. യേശുവിനറിയാം തന്നിൽ പാപം ഇല്ല. എന്നാൽ പാപമില്ലാത്തവനായ കർത്താവിനെ പിടിച്ചതല്ല, അവൻ പിടികൊടുത്തതാണ്. ഓ കമാൻ, നിങ്ങൾ കേട്ടില്ല? അവനെ പിടിപ്പാൻ ആർക്കും കഴിയത്തില്ല. അവൻ പിടിച്ചതല്ല, അവൻ പിടികൊടുത്തതാണ്. അവനെ കൊന്നതല്ല, അവൻ മരിച്ചതാണ്. അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. തിരുവചന പ്രകാരം മരിച്ചു. തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റ്. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഹേ വന്ന് കാണുമെൻ, അവൻ ഇവിടെ ഇല്ല. അവൻ്റെ വസ്ത്രത്തെ വന്നു നോക്കുമെൻ, അവൻ ഇവിടെ ഇല്ല. ഓ യോസെഫിൻ്റെ വസ്ത്രത്തെ ഉയർത്തി. യോസെഫിൻ്റെ വസ്ത്രം ഉയർത്തി അപ്പൻ്റെ മുൻപിൽ നിന്ന് സഹോദരന്മാർ പറഞ്ഞു, നിന്റെ മകൻ യോസെഫ് മരിച്ചു പോയി. അതേ, വസ്ത്രത്തെ ഉയർത്തി യോസെഫ് മരിച്ചു എന്ന് പറഞ്ഞെങ്കിൽ വസ്ത്രത്തെ കാണിച്ച് ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഇവിടെ ഇല്ല, അവൻ ജീവിക്കുന്നു. അതെ, മരിച്ചു കഴിഞ്ഞിട്ട് കല്ലറ തിരിച്ചു കൊടുത്ത ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവ് യേശു മാത്രമാണ്. കല്ലറ തിരിച്ചു കൊടുത്ത ഒരേ ഒരാൾ യേശു കർത്താവ് മാത്രമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾ അടിസ്ഥാനം സ്ട്രോങ് ആകട്ടെ. ഇന്ന് രാത്രി മുതൽ ഈ ഹാളിനകത്തിരുന്ന് കേൾക്കുന്നവർ, ഈ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ, ഇന്ന് മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങൾ വാച്ച് ചെയ്യുന്നവർ, ഇൻ ജീസസ് നെയിം അൺഷേക്കബിളായി ആർക്കും ഒന്നിനും നിങ്ങളെ ഉലയ്ക്കാൻ കഴിയാതെ നിലനിൽക്കുവാൻ തക്കോണം പരിശുദ്ധ ആത്മാവാം ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തിരുവചന പ്രകാരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. അവൻ്റെ ജനനം കന്യകാ ജനനമായിരുന്നു. പാപമില്ലാത്തവനായ യേശു കർത്താവ് ജീവിച്ചു. തിരുവചന പ്രകാരം അവൻ മരിച്ചു. തിരുവചന പ്രകാരം അടക്കം ചെയ്യപ്പെട്ടു. തിരുവചന പ്രകാരം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം സ്തോത്രം ദൈവരാജ്യം സംബന്ധിച്ച് അവൻ ഈ ലോകത്തിൽ സഞ്ചരിച്ച്, അതായത് സ്തോത്രം, അതെ, കനാൻ നാട്ടിൽ സഞ്ചരിച്ച്, ഇസ്രായേൽ സഞ്ചരിച്ച് തൻ്റെ ശിഷ്യന്മാരോട് 40 ദിവസം ദൈവരാജ്യം സംബന്ധിച്ച് അവരെ പഠിപ്പിച്ചു. അത് തെളിയിച്ചു എന്ന് തിരുവചനം പറയുന്നു. എന്നിട്ട് 40-ാം ദിവസം അവൻ സ്വർഗാരോഹണം ചെയ്തു. നിങ്ങളത് വിശ്വസിക്കുന്നു? യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്ത് പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് യേശു കർത്താവ് മധ്യസ്ഥനായി ജീവിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? യേശു മധ്യസ്ഥനാണ്. ഒരു അഡ്വക്കേറ്റാണ്. ജഡ്ജിയുടെ മുൻപിൽ വാദിക്കുന്നത് പോലെ ദൈവത്തിനും നമുക്കും മധ്യത്തിൽ പല മധ്യസ്ഥന്മാരില്ല, ഒരൊറ്റ മധ്യസ്ഥനേയുള്ളൂ. ഒരപ്പച്ചനുമില്ല, ഒരമ്മച്ചിയുമില്ല, ഒരു വിശുദ്ധനും വാദിപ്പാൻ തക്കോണം കഴിയത്തില്ല. ദൈവം ഒരുവൻ അത്രേ. ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ. 1 തിമോഥെയോസ് 2:5 തിരുവചനം പറയുന്നു. 1 തിമോഥെയോസ് 2:5 മനുഷ്യനാക്ക് തന്നെ ഏൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു തന്നെ, മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. സോ യേശു നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു. 1 തിമോഥെയോസ് 2 സ്തോത്രം, അതെ, 5-6 എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു തന്നെ. സ്തോത്രം. 5-ാം വാക്യം എന്താ പറയുന്നത്? 5-ാം വാക്യം, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ. 6-ാം വാക്യം, തന്നെത്താൻ
കൊടുത്ത, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. കന്യകയിൽ അവൻ ജനിച്ചു, പാപനിരത്തവനായി ജീവിച്ചു, തിരുവചനപ്രകാരം മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോട് ദൈവരാജ്യം സംബന്ധിച്ച് അവൻ സ്തോത്രം അതെ പഠിപ്പിച്ചു. എന്നിട്ട് അവസാനം സ്വർഗാരോഹണം ചെയ്തു, പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു. അവൻ ദൈവപുത്രനായി തന്നെ വീണ്ടും വരുവാനും പോകുന്നു. നമ്മൾ വീണ്ടും അത് കേൾക്കും. സ്തോത്രം. അതെ, മൂന്നാമതായി നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. നാലാമതായി പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. എഴുതി കിടക്കണം, പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരാണ്? ദ തേർഡ് ഗോഡ് ഹെഡ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. അതെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം, പ്രസിദ്ധമായ ആശീർവാദം. 2 കൊരിന്ത്യർ 13:14. ആ പ്രസിദ്ധമായ ആശീർവാദം ഇങ്ങനെയാണ്: കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും പറഞ്ഞേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും. പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ക്രിയയാലാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്താലാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം തരുവാൻ കഴിയത്തുള്ളൂ. ഒരു പള്ളിക്കും ഒരു പാതിരിക്കും ഒരു പ്രാസംഗികനും യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ കഴിയത്തില്ല. കഠിനമായ ഹൃദയത്തോടെ പാപപങ്കീലമായ ലോകത്തിൽ പാപചിന്തയിൽ പാപത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലായിരിക്കുന്നവരെ പരിശുദ്ധാത്മാവിന് മാത്രമേ പാപബോധം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. പിന്നെയും 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 പാപം ചെയ്ത് പാപത്തിൽ മുഴുകി ജീവിക്കുന്നവനേക്കാൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിനെ തള്ളിയവനാണ്, അല്ലെങ്കിൽ കർത്താവിനെ തള്ളിയതാണ്. അത് ഏറ്റവും ഭീകരമായ അവസ്ഥയാണ്. കർത്താവ് ഒരുവനെ തള്ളിയെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ തിരിച്ചു വരവില്ല. അർത്ഥം ദൈവം അവനെ വേണ്ടെന്ന് വെച്ചതാ. അവനോട് വാദിച്ചിരുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിൽ 1 ദിവസം വന്നു, നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. 2 ദിവസം വന്നു, മൈൻഡ് ചെയ്തില്ല. 30 ദിവസം വന്നു, മൈൻഡ് ചെയ്തില്ല. 60 ദിവസം വന്നു, മൈൻഡ് ചെയ്തില്ല. അവസാനം ഞാൻ തന്നെ തീരുമാനിക്കുക, എന്നെ മൈൻഡ് ചെയ്യാത്തടത്ത് ഞാൻ പോകും. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അവൻ്റെ ചെറിയൊരു ചലനം പോലും, ചെറിയൊരു സ്പന്ദനം പോലും തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ ലൈഫിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പരിശുദ്ധാത്മാവാണ് പാപബോധം തരുന്നത്. യോഹന്നാൻ സുവിശേഷം 16:8 പറയുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് പരിശുദ്ധ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് വെറുതെ ഇരിക്കത്തില്ല, പരിശുദ്ധാത്മാവ് ചലിക്കും. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ മയിൽക്കുറ്റി കണക്ക് ചുമ്മാതിരിക്കും. നോ വേ. നമ്മുടെ ചർച്ചിൽ ഒറ്റ എണ്ണം വന്ന് ചുമ്മാ ഇരിക്കില്ല. കാരണം ദൈവം ചലിക്കുന്നവനാണ്, ദൈവം ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. നീ പകുതിക്ക് CSIയും പകുതി RCയും ആകണമെന്നല്ല ഞാൻ പറയുന്നത്. നീ 100% യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീയനാകണം. ഹല്ലേലൂയ. ഇവിടെ പകുതി CSIയും പകുതി കത്തോലിക്കനുമില്ല. സ്തോത്രം. അതെ, ഇവിടെ പകുതി പണ്ട് ചത്തിരിക്കുമായിരുന്നു, ഇപ്പോൾ വന്ന് അല്പം ജീവൻ പ്രാപിച്ചതുപോലെ തോന്നുന്നു. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിനും ആത്മാവിലും ആരാധിക്കുന്ന. വാ തുറക്കണം, കരങ്ങളടിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, നൃത്തം ചെയ്യണം, വചനം ധ്യാനിക്കണം. ഹല്ലേലൂയ. നെടുമ്പാട് വീണ് ദൈവത്തിന് മുൻപിൽ കരയണം. ഏതോ ടിവിയിലും ഏതോ യൂട്യൂബിലും കണ്ടതല്ല, ബൈബിളിലൊക്കെ എങ്ങനെയൊക്കെ ഭക്തന്മാർ ദൈവത്തെ ആരാധിച്ചോ അതുപോലെ ഒക്കെ ആരാധിച്ചോളാം. അബ്രഹാം നെടുമ്പാട് വീണു. സ്തോത്രം. ആൻഡ് സോ ഓൺ. എത്ര വാക്യങ്ങളാണുള്ളത്. എൻ്റെ സബ്ജക്റ്റ് അതല്ല. സോ പരിശുദ്ധാത്മാവ് ചലിച്ചാൽ നിങ്ങൾക്ക് സ്റ്റാഗ്നൻ്റ് ആകാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് ചലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രിഡ്ജിൽ ഉറഞ്ഞിരിക്കുന്ന ഐസ് കട്ട പോലെ ഇരിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ നിങ്ങളും ചലിക്കും. പരിശുദ്ധാത്മാവ് ചലിക്കുന്നവനാണ്. മഴയാണോ? നനയിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്താ നനഞ്ഞു വരുന്നത്? മഴയിലായിരുന്നു. അപ്പം മഴ നനയുന്നതാണ്. സ്തോത്രം. അയൺ ബോക്സ് ആണോ അല്ലെങ്കിൽ തീയാണോ? പൊള്ളിപ്പിക്കുന്നതാണ്. അഗ്നിയിൽ നിന്ന് പൊള്ളൽ കിട്ടവരെ കരങ്ങൾ ഉയർത്തിയാട്ടെ. അഗ്നിയിൽ നിന്ന് പൊള്ളൽ കിട്ടിയത്. യെസ്. തീയാണോ? അത് പൊള്ളിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. കാറ്റാണോ? അത് വീശുന്നതാണ്. കാറ്റാണോ? അത് വീശുന്നതാണ്. കാറ്റിന് മുമ്പിൽ ചെന്ന കാറ്റേ, ദയവായിട്ട് ഒന്ന് വീശിയാട്ടെ എന്ന് കാറ്റിനോട് പറയണ്ട. കാറ്റാണോ? അത് വീശും. തീയാണോ? അത് ജ്വലിക്കും. അതെ, തീയാണോ? അത് ജ്വലിക്കും. കാറ്റാണോ? അത് വീശും. വെള്ളമാണോ? അത് നനയ്ക്കും. ആത്മാവാണോ? അവൻ ചലിപ്പിക്കും.
ആത്മാവാണോ അവൻ ചലിപ്പിക്കുക. ദൈവവചനം വായിക്കാൻ ആത്മാവ് പറയുക. ഹല്ലേലൂയ. നുണ പറയല്ലെന്ന് ആത്മാവ് പറയും. അപവാദം പറയല്ലെന്ന് ആത്മാവ് പറയും. കള്ളക്കഥ പറയല്ല്, കടം വാങ്ങല്ല്, കടം മേടിച്ചെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്ന് ആത്മാവ് പറയും. മറ്റുള്ളവരെ പറ്റിക്കല്ല് എന്ന് ആത്മാവ് പറയും. നേരെ വാ നേരെ പോ എന്ന് പറഞ്ഞ് ഈ പുസ്തകം അനുസരിച്ച് നേരായ മാർഗത്തിൽ നടക്ക് എന്ന് പരിശുദ്ധ ആത്മാവ് പറയും. പരിശുദ്ധാത്മാവ് നടക്കേണ്ടെന്നുള്ള വഴിയിൽ നേരെ ചൊവ്വേ നടത്തുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. നേരെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എങ്ങനെ വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. 4 സ്തോത്രം. അതെ, 4 ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്താൽ നീതീകരണം. സ്തോത്രം. വിശ്വാസത്താൽ. 5-ാമതായി നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്, നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. ആ വാക്യം വായിക്കണം, റോമർ 5:1. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. നീതീകരിക്കപ്പെടുന്നത് സ്തോത്രം വിശ്വാസത്താലാണ്. വിശ്വാസത്താലാണ് നീതീകരണം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്താൽ നീതീകരണം ഉണ്ടാക്കുന്നത്. നോക്കിയേ, റോമർ 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അപ്പോൾ നീതീകരണം വരുന്നത് നമ്മുടെ പെർഫോമൻസ് കൊണ്ടല്ല. ഒരിക്കലും ചിന്തിക്കല്ലേ, കഴിഞ്ഞ ഞായറാഴ്ച ബ്രദറിന് കുറച്ചുകൂടെ നീതി ഉണ്ടായിരുന്നു. കാരണം വെള്ള വസ്ത്രമാണ് ഇട്ടത്. വെള്ളയിൽ ചെറിയ ലൈനുള്ളതാണ് ഇട്ടത്. ഇന്ന് കളറാണ് ഇട്ടിട്ട് വന്നത്. ഇന്ന് കളർ ഇട്ടിട്ട് വന്നപ്പോൾ അച്ചാച്ചൻ്റെ തേജസ് അങ്ങ് കുറഞ്ഞു, അല്ലെങ്കിൽ ബ്രദറിൻ്റെ തേജസ് അങ്ങ് കുറഞ്ഞു എന്നൊരിക്കലും ചിന്തിക്കല്ലേ. ഞാൻ പറയട്ടെ, തുണിയുടെ നിറം നോക്കി സ്തോത്രം ആത്മീയത്തിന് മാറുകിടുന്നവനല്ല കർത്താവ്. ഒരിക്കൽ കൂടെ, തുണിയുടെ നിറം നോക്കി അല്ലെങ്കിൽ മീശയുടെ കട്ടി നോക്കി ആത്മീയം അളക്കുന്നവനല്ല കർത്താവ്. ഹല്ലേലൂയ. ഇനി താടിയും കൂടെ വെച്ചാൽ കുഴപ്പമില്ല, മീശ മാത്രം ഉള്ളത് കൊണ്ടാണ് നിനക്ക് കുഴപ്പം. താടിയും കൂടെ വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അതായിരുന്നു ഭംഗി എന്ന് പറയുന്ന ബാർബർ അല്ല ദൈവം. നിന്റെ പുറമേയുള്ള പെർഫോമൻസ് നോക്കി, നിന്റെ ഹൃദയത്തെ നോക്കി. ഓ, അതുള്ള ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഹൃദയത്തെ നോക്കി, നിന്റെ ആറ്റിറ്റ്യൂഡിനെ നോക്കി, നിന്റെ ഹൃദയത്തെ നോക്കി മാർക്കിടുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ധാരണകൾ, മിഥ്യാധാരണകൾ വീട്ടുകളയണം. നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടല്ല ദൈവം സ്തോത്രം മാർഗിടുന്നത്. ഹല്ലേലൂയ. ഞാൻ ആഭരണം മാറ്റിയത് കൊണ്ട് കൂടുതലായി ഞാനങ്ങ് ദൈവത്തിൻ്റെ സന്നിധി നീതീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ആത്മീയ നീളമാണ്. ഞാൻ വെള്ളയും മാത്രമേ ഇടുന്നുള്ളൂ, അതുകൊണ്ട് അടുത്തിരിക്കുന്ന മറ്റാരെക്കാളും ഞാൻ സ്വർഗത്തോടങ്ങ് ചേർന്നിരിക്കുകയാണ് എന്ന് പറയുന്നത് നിൻ്റെ ധാരണയല്ല, തെറ്റിദ്ധാരണയാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ്. പകരം തിരുവചനം പറയുന്നത്, നീ എന്തിട്ടാലും എന്ത് ഊരിയാലും അടുത്തിരിക്കുന്നവനെ കുറ്റം പറയാതെ, പാരപടിയാതെ, ഹൃദയപൂർവ്വം സ്നേഹം സംസാരിക്കണം. അന്യഭാഷ പറഞ്ഞില്ലെങ്കിലും സ്നേഹം പറയണം. അപ്പോൾ അന്യഭാഷ പറയുന്നത് നിർത്താനാണോ ബ്രദർ സുരേഷ് ബാബു പറഞ്ഞത്? നോ. ഞാൻ ഏറ്റവും കുറഞ്ഞ ശരാശരി ഒരു ദിവസം 3 മണിക്കൂർ അന്യഭാഷ പറയുന്നവനാണ്. പക്ഷേ അതേസമയത്ത് ഞാൻ നിങ്ങളടുത്ത് പറയട്ടെ, ദൈവകൃപയാൽ ഹല്ലേലൂയ. അതേ സ്തോത്രം. വീട്ടിൽ നിന്ന് അന്യഭാഷ നേരെ ചൊവ്വേ പറയുന്നവനാണെങ്കിൽ പുറത്തിറങ്ങി മറ്റേ ഭാഷ, കൊള്ളരുതാത്ത ഭാഷ പറയത്തില്ല. അവൻ പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയെ പറയത്തുള്ളൂ. ഇല്ല, മറ്റുള്ളവർക്കെതിരെയാണ്, അങ്ങനെയല്ല, ആൻറ്റി ഇങ്ങനെയാണ് എന്നൊരാൾ പറയുന്നെങ്കിൽ മനസ്സിലാക്കണമെന്ന് നേരെ ചൊവ്വേ ഉള്ള ആത്മാവല്ല ഇത് പറയുന്നത്. ഞാൻ പറയുന്നത് വിശ്വാസത്തിൻ്റെ നീതീകരണം. ആവരണം മാറ്റിയത് കൊണ്ട്, കള്ളവസ്ത്രം ഇട്ടത് കൊണ്ട്, നോ ഇതല്ല. അല്ലെങ്കിൽ വെള്ളയും ഇട്ടത് കൊണ്ട്, നിന്റെ പുറമെയുള്ള കട്ടിങ് ആൻഡ് ഷേവിങ് കൊണ്ടല്ല നീ നീതീകരിക്കപ്പെടുന്നത്. വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആഭരണം ഞാൻ ഇത്രയും കാലം ഇടണ്ടെന്ന് തീരുമാനിച്ചു. ഇനി നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ അലുക്കാസിൽ പോയി ഉള്ളതെല്ലാം അരച്ച് കാരി ഇട്ടിട്ട് വരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എനിക്കെന്തോ കുഴപ്പമുണ്ട്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും നീ മാറ്റിയെങ്കിൽ, അത് ആഭരണം ഉൾപ്പെടെയുള്ള എന്തെങ്കിലും മാറ്റിയെങ്കിൽ, ഒരിക്കൽ കൂടെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും മാറ്റിയെങ്കിട്ട് പിന്നെ തിരിച്ചിടുന്നെങ്കിൽ, എൻ്റെ പുസ്തകം പറയുന്നു, നായി ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്നത് പോലെയാണ്. ദൈവത്തിന് വേണ്ടി ഡെഡിക്കേഷൻ എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ ആ ഡെഡിക്കേഷനിൽ ദൈവകൃപയാൽ നിൽക്ക്. പക്ഷേ ആ സമർപ്പണത്തിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങളുടെ പെർഫോമൻസിലല്ല ദൈവം പ്രസാദിക്കുന്നത്, വിശ്വാസത്താലാണ് നീതീകരണം ഉണ്ടാകുന്നത്.
ഹല്ലേലൂയ. ഞാൻ കൂടുതൽ ചെയ്തു, അതുകൊണ്ട് ദൈവം എന്നെ കൂടുതൽ നീതിമാനാണെന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രസംഗിച്ചു, ഞാൻ കൂടുതൽ സുവിശേഷം പ്രസംഗിച്ചു, ഞാൻ എവിടെയൊക്കെയോ അങ്ങ് പോയി സുവിശേഷം പ്രസംഗിച്ചു, അതുകൊണ്ട് ദൈവം എൻ്റെ പോക്കറ്റിലാണ് എന്ന് ആർക്കും പുറമാൻ തക്കോണം കഴിയത്തില്ല. ദൈവം നോക്കുന്നത് നിൻ്റെയും എൻ്റെയും പെർഫോമൻസിലല്ല. ദൈവം എന്നെയും നീതീകരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ ഒരു തുടം എണ്ണ കൊടുത്തു, അതുകൊണ്ട് ദൈവം എൻ്റെ പോക്കറ്റിലാണ്. ഞാൻ എണ്ണയൊക്കെ കൊടുത്ത് കർത്താവിന് ഇങ്ങനെ നോ. അവൻ തൈല നദി പുറപ്പെടുവിക്കുന്നവനാണ്. തൈല നദി പുറപ്പെടുവിക്കുന്നവനായ കർത്താവിന് നിൻ്റെ 2 തുടം എണ്ണ കാണുമ്പോൾ രോമാഞ്ചമൊന്നും വരത്തില്ല. ഹല്ലേലൂയ. മേഘങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നല്ല ഇടിനാദം കേൾപ്പിക്കുന്ന ദൈവത്തിന് നിൻ്റെ പള്ളി പെരുന്നാളിൻ്റെ പട്ടാസ് കണ്ട് ദൈവം അയ്യോ നല്ല രസമായിരിക്കുന്നുവെന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. 2 മെഴുകുതിരി കർത്താവിന് വേണ്ടി കത്തിച്ചു എന്ന് വെച്ച് സ്തോത്രം, അതേ വെളിച്ചങ്ങളെ പിതാവ് അയ്യടാ എന്തൊരു പ്രകാശം എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ദൈവത്തിന് നിൻ്റെ മെഴുകുതിരിയല്ല വേണ്ടിയത്, ദൈവത്തിന് നിൻ്റെ എണ്ണയല്ല വേണ്ടിയത്, ദൈവത്തിന് നിൻ്റെ വേണ്ടിയത് നിൻ്റെ പട്ടാസല്ല, ദൈവത്തിന് വേണ്ടിയത് നിൻ്റെ സ്തോത്രക്കാഴ്ചയല്ല, ദൈവത്തിന് വേണ്ടിയത് നിന്നെയാണ്. ദൈവത്തിന് വേണ്ടിയത് നിന്നെയാണ് വേണ്ടിയത്. വിശ്വാസമാണ്, കർത്താവിലുള്ള വിശ്വാസമാണ് നിന്നെ നീതീകരിക്കുന്നത്, നിന്നെ നീതിമാനാക്കി തീർക്കുന്നത്. വിശ്വാസം. ആ വാക്യം വീണ്ടും ഞാൻ പറയട്ടെ, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഒരിക്കൽ കൂടെ, എൻ്റെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. ഹബക്കൂക്ക് 2:4, റോമർ 1:17, ഗലാത്യർ 3:11, എബ്രായർ 10:38. അയ്യോ മക്കളെ, 4 വാക്യം എങ്ങനെയാ കാണാതെ പഠിച്ചു പറയുന്നത്? എൻ്റെ ആദ്യത്തെ പ്രസംഗം മക്കളെ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതീകരണം വിശ്വാസത്താലാണ് നീതീകരണം. ഞാൻ 4.5 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. നോ എൻ്റെ വിശ്വാസത്താൽ. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പൈസ കൊടുക്കേണ്ടെന്നല്ല പറഞ്ഞത്, മീശ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, കളർ വസ്ത്രം വാരിയിടണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആഭരണം തിരിച്ചിടണമെന്നൊന്നും ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങളും ദൈവമായിട്ടുള്ള സമർപ്പണമായിരിക്കാം, പക്ഷേ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം. നമ്പർ 6, സാങ്ക്ടിഫിക്കേഷൻ. ഹല്ലേലൂയ. സ്തോത്രം. വിശുദ്ധ ജീവിതമെന്ന് പറയുന്നത്, സ്തോത്രം, വിശുദ്ധ ജീവിതമെന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എഴുതണം, വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്പർ 6, വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞാട്ടെ, എങ്ങനെ വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെടാത്തതായ, സ്തോത്രം, സ്നാനപ്പെടാത്തതായ, പാരമ്പര്യ പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ സ്തോത്രം മറ്റ് അന്യ ദൈവങ്ങളെ സേവിക്കുന്ന വേറൊരു നാത്തൂനെ പോലെ നിനക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അവർ പാടുന്ന പാട്ടും അവർ പറയുന്ന പറച്ചിലും നിനക്കൊരിക്കലും പറവാൻ കഴിയത്തില്ല. കാരണം നീ ജീവിക്കേണ്ടത് വിശുദ്ധ ജീവിതത്തിലാണ്. നീ ജീവിക്കേണ്ടത്. കർത്താവ് നിന്നോട് മക്കളെ, ആ കാണുന്നതായ മറ്റേ വേളിക്കായലിൻ്റെ വെള്ളത്തിന് മുകളിലൂടെ നീ നടക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത്. ഞാൻ വെള്ളത്തിന് മുകളിൽ, യേശു കർത്താവ് നിന്നെ നോക്കി പറയുന്നത്, ഞാൻ വെള്ളത്തിന് മുകളിലൂടെ നടന്നു, നീ ഒരു കാര്യം ചെയ്യ്, സ്തോത്രം, കണിയാപുരം കായലിൻ്റെ മുകളിലൂടെ നീയും നടക്കണം എന്നല്ല കർത്താവ് പറഞ്ഞത്. പകരം കർത്താവ് പറഞ്ഞത്, ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കുക. സ്തോത്രം. ഖമോൺ, എന്താ മിണ്ടാത്തേ? ഹല്ലേലൂയ. ഞാൻ വിശുദ്ധരായിരിക്കാൻ നിങ്ങൾ വിശുദ്ധരായിരിക്കുക. നിങ്ങളുടെ നോട്ടം വിശുദ്ധമായിരിക്കുക, നിങ്ങളുടെ ചിന്ത വിശുദ്ധമായിരിക്കുക, നിങ്ങളുടെ ഫോണ് വിശുദ്ധമായിരിക്കുക, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ വിശുദ്ധമായിരിക്കുക, നിങ്ങളുടെ കുടുംബ ജീവിതം വിശുദ്ധമായിരിക്കുക. കാരണം സ്തോത്രം, അതേ കാലിത്തൊഴുത്തിൽ കിടക്കുന്ന കന്നാലികളെ പോലെ, മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരെ ചേർക്കാനല്ല യേശു വരുന്നത്, വിശുദ്ധന്മാരെ ചേർപ്പാൻ കർത്താവ് കടന്നു വരുന്നു. സങ്കീർത്തനം 50:5 പറയുന്നു, യാഗം കഴിച്ച് സ്തോത്രം നിയമം ചെയ്ത വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേൻ. സങ്കീർത്തനം 50:5, യാഗം കഴിച്ച് നിയമം ചെയ്ത വിശുദ്ധന്മാരെ, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവേൻ. എബ്രായർ 9:26-27 വാക്യങ്ങൾ പറയുന്നു, പാപം കൂടാത്തവർക്കായി അവൻ വീണ്ടും പ്രത്യക്ഷനാകുക. പാപം ചെയ്യുന്നവർക്കായിട്ടല്ല, പാപം അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്കായിട്ടല്ല, പകരം പാപം കൂടാത്തവർക്കായി, സ്തോത്രം, പാപം കൂടാതെ നിൽക്കുന്നവർക്കായി, അല്ലെങ്കിൽ പാപം ചെയ്യാത്തവർക്കായി യേശു കർത്താവ് വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് വിശുദ്ധ ജീവിതം വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. സ്തോത്രം. വിശുദ്ധിയിൽ ഞാൻ വിശ്വസിക്കുന്നു, വിശുദ്ധ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വാട്ട് വി ബിലീവ്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. അത് വിശുദ്ധ ജീവിതത്തിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ ജീവിതത്തിനായി ദൈവം തന്നിരിക്കുന്ന 4 തൂണുകൾ പറയട്ടെ, കേട്ടിട്ടുള്ളതാണ്. 1, യേശുവിൻ്റെ രക്തം. വിശുദ്ധ ജീവിതത്തിനായിട്ടുള്ള 4 തൂണുകൾ. 1, യേശുവിൻ്റെ രക്തം. 2, യേശുവിൻ്റെ വചനം. 3, യേശുവിൻ്റെ നാമം.
4 യേശുവിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ ആത്മാവ്. ഇത് 4 നിങ്ങളെ വിശുദ്ധിയിൽ നിൽക്കാൻ തക്കോണം നിങ്ങളെ സഹായിക്കുന്നു. കമാൺ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കേൾക്കണം. മറ്റുള്ളവരെ പോലെയുള്ള കാമവും പ്രേമവും നിനക്കുള്ളതല്ല. മറ്റുള്ളവർക്കുള്ളതായ കമ്പനി നിനക്കുള്ളതല്ല. മറ്റുള്ളവർക്കുള്ളതായ ചുറ്റിക്കളിയിലും മറ്റു പരിപാടിയിലും അല്ല ജീവിക്കേണ്ടത്. ജീവിച്ച് കാണിക്കണം. മറ്റുള്ളവരെ പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം സ്തോത്രം. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചന്തയിൽ എന്തൊക്കെയുണ്ടോ അത് തന്നെ സഭയിലുമുണ്ട്. ചന്തയിൽ എന്തൊക്കെ ഉടായിപ്പുണ്ടോ അതെല്ലാം ദൈവസഭയിലുണ്ട്. ചന്തയിൽ ചതിയുണ്ട്, സഭയിലും ചതിയുണ്ട്. ചന്തയിൽ കള്ളമുണ്ട്, സഭയിലും കുറച്ചുകൂടെ ആരോഗ്യത്തോടെ കള്ളമുണ്ട്. ചന്തയിൽ പറ്റിപ്പുണ്ട്, ചർച്ചിലും സ്തോത്രം പറ്റിപ്പുണ്ട്. ചന്തയിൽ സ്തോത്രം അതേ പ്രേമമുണ്ട്, സഭയിലും പ്രേമമുണ്ട്. ചന്തയിൽ ബിസിനസ് ഉണ്ട്, അതേ ചർച്ചിലും സുവിശേഷത്തിന് ബിസിനസ് ഉണ്ട്. സ്റ്റോപ്പ്. ഈ ദിവസങ്ങളിൽ ഒരു കാറ്റ് വീശുമാറാകട്ടെ. സകല സ്തോത്രം അതേ സകല 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 അതേ വീടും ഈ ദിവസങ്ങളിൽ വീട്ടു പോകട്ടെ. എല്ലാ പതിരും മാറിപ്പോകട്ടെ. എല്ലാ പതിര് പോകട്ടെ. കമാൺ, ഹല്ലേലൂയ. പതിരുകൾക്ക് പോകാം, പതിരുകൾക്ക് പോകാം. പതിരുകളെ സ്തോത്രം അതേ പതിരുകൾക്ക് പോകാം. കൊമ്പല്ല മുറിക്കേണ്ടത്, കൊമ്പിനെ മുറിക്കുന്നതല്ല സുവിശേഷം. പകരം സ്തോത്രം ചുവടിന് കോടാലി വച്ചിരിക്കുന്നതാണ് ആ തിരുവചനം പറയുന്നത്. സ്തോത്രം നോക്കണമേ. അതുകൊണ്ട് വിശുദ്ധ ജീവിതം, യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 15:3 കർത്താവിൻ്റെ വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം, വചനം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 17:17 സ്തോത്രം, നിന്റെ നാമം നിമിത്തം അവർ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ നാമം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 16:7 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധ ആത്മാവ് നിങ്ങൾക്ക് സാക്ഷ്യം തരുന്നു. സോ യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ വചനം, യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ ആത്മാവ്, ഈ 4 തൂണുകളിലാണ് നിങ്ങളുടെ വിശുദ്ധ ജീവിതമെന്ന മേൽക്കൂരിക നിങ്ങൾ നിർത്തേണ്ടത്. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്പർ 4, ഞങ്ങൾ വിശ്വസിക്കുന്നു. സെപ്പറേഷനിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വേർപാടിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹലോ, വേർപെട്ട ജീവിതം ഞങ്ങൾ വിശ്വസിക്കുന്നു. വേർപാട് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ സ്തോത്രമാത്തെ മറ്റുള്ളവരെ പോലെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, 2 മിനിറ്റ് മുമ്പ് പറഞ്ഞു, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന, നാട്ടിൽ ജീവിക്കുന്ന മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ യേശുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയട്ടെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. പണ്ട് സ്കൂളിൽ പഠിച്ചതായ സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഹിന്ദിയിലൊരു പാഠമുണ്ടായിരുന്നു. ഹിന്ദിയിൽ ആ പാഠം, ആ പുള്ളിയുടെ പേരിതായിരുന്നു സമയ് കാ പൂജാരി. എത്ര പേർ പഠിച്ചിട്ടുണ്ട് സമയ് കാ പൂജാരി? പഠിച്ചിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹിന്ദി പഠിച്ചവർ സ്തോത്രം. ഹിന്ദി പഠിച്ചില്ല, ആ പുള്ളിയെക്കുറിച്ച് പഠിച്ചു. ഹിന്ദി എത്രയെന്ന് ചോദിച്ചാൽ, ഹിന്ദി എൻ്റെ ഹിന്ദി കേട്ടാൽ നിങ്ങൾ അടുത്ത ഞായറാഴ്ച വരത്തില്ല. സ്തോത്രം. സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര, അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. സ്തോത്രം. സോ നമുക്ക് ഹിന്ദി സമയ് കാ പൂജാരി. സമയ് കാ പൂജാരി എന്ന് പറയുന്ന മനുഷ്യൻ റൈറ്റ് ടൈമിന് ഉറക്കമണിക്കുന്നു, റൈറ്റ് ടൈമിന് പുറത്തു പോകുന്നു, റൈറ്റ് ടൈമിന് ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു. സ്തോത്രം. ആ പാഠത്തിൽ ഇങ്ങനെയാണ് അതേ സാർ പറഞ്ഞത്, ആ മനുഷ്യൻ്റെ ജീവിതം നോക്കി നിങ്ങളുടെ വാച്ച് കറക്റ്റ് ചെയ്യാം. ഹല്ലേലൂയ. ആ മനുഷ്യൻ്റെ ജീവിതചര്യ നോക്കി നിങ്ങൾക്ക് ടൈം കറക്റ്റ് ചെയ്യാം. കാരണം കറക്റ്റ് ടൈമിന് അദ്ദേഹം ചെയ്യേണ്ടത് ചെയ്തിരിക്കും. നിങ്ങളെ വല്ലവരുടെയും വാച്ചും നിങ്ങളുടെ ജീവിതം നോക്കി വല്ലവരും അവരുടെ വാച്ചും കലണ്ടറും കറക്റ്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പകരം നിങ്ങളുടെ ജീവിതം നോക്കി മറ്റുള്ളവർ തങ്ങളുടെ ജീവിതത്തെ കറക്റ്റ് ചെയ്യട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ വാചമടിയിൽ നിർത്തി വാചകത്തിൽ 7 പോയിന്റുള്ള പ്രസംഗം പറഞ്ഞിട്ട് അയ്യോ എന്നെ നോക്കല്ലേ, യേശുവിനെ നോക്കണം, വിശ്വാസം നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കണം. എബ്രായർ 12 അങ്ങനെയാണ് പറയുന്നത്. എന്നെ നോക്കല്ലേ, ഞാനാകെ മൊത്തം ടോട്ടൽ പരാജയപ്പെട്ട് കിടക്കുക, ഞാൻ കുറവും കുറ്റമുള്ളവന്. അതല്ല സുവിശേഷം. സുവിശേഷം പറയുമ്പോൾ മനസ്സിലാക്കോ, ഞാൻ ജീവിക്കുന്ന പോലെ ജീവിക്കുക, ഞാൻ വില കൊടുക്കുന്ന പോലെ വില കൊടുക്ക്, ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് പോലെ നിൽക്ക്. കാരണം സുവിശേഷം എന്ന് പറയുന്നത് തിയറി അല്ല, സുവിശേഷം എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. സുവിശേഷം എന്ന് പറയുന്നത് വാചകമടിയല്ല, സുവിശേഷം എന്ന് പറയുന്നത് അഭിനയമല്ല, സുവിശേഷം എന്ന് പറയുന്നത് ഡയലോഗല്ല. ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് പ്രസംഗിച്ചിട്ട് പോയിട്ട് പല ബ്രദർമാരെ എനിക്കറിയാം. സ്തോത്രം. ഡയലോഗിൽ ഒതുക്കുന്നത്, ദൈവവുമായി ബന്ധമില്ലാത്തത്, ദൈവസഭയ്ക്ക് ഉൾക്കൊള്ളാത്തവർ, ദൈവസ്നേഹത്തെ സ്നേഹിക്കാത്തവർ, അമാർക്ക് വന്ന് പറയാൻ കഴിയും. സ്തോത്രം. ടോക്സിക് റിലേഷൻ. ടോക്സിക്കിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയാത്തവൻ. ടോക്സിക് റിലേഷൻ. കമോൺ. കാപട്യം, കപടഭക്തി.
ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കുക, വേറെ വല്ലവരുടെയും സ്തോത്രം നാറ്റമുള്ള വായായിട്ടല്ല നിങ്ങളായിരിക്കേണ്ടത്, കർത്താവിൻ്റെ പിരിവ നാവായിട്ടാണ് നിങ്ങളായിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ മൗത്ത് പീസ് ആകണം. അല്ലാതെ പറഞ്ഞു വിടുന്ന അമ്മാമ്മയുടെ മൗത്ത് പീസായിട്ടല്ല നീ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. കേൾക്കണമേ, സ്തോത്രം. അതെ, സെപ്പറേഷൻ. മറ്റുള്ളവരെ പോലെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫ് കാണുമ്പോഴേ മറ്റുള്ളവരെ പറയണം, നിൻ്റെ ലൈഫ് വ്യത്യാസമാണ്, നിൻ്റെ വീട് വ്യത്യാസമാണ്, നിൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ വച്ചിരിക്കുന്ന വ്യത്യാസമാണ്, നിൻ്റെ വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ വ്യത്യാസമാണ്, നിൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോഴേ വ്യത്യാസമാണ്. ജാതികൾ ചെയ്യുന്നത് പോലെ ആർഭാടമല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഏതോ വലുതും ചെറുതുമായിട്ടുള്ള ഒരു കാര്യം നടന്നാലും അതിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ ജീവിക്കുന്നത് ഈ പുസ്തകം അനുസരിച്ചാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ലൈഫ് കണ്ട് മറ്റുള്ളവർ പറയട്ടെ, സ്തോത്രം. അതെ, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല ജീവിക്കുന്നത്, പകരം കർത്താവുള്ളവരായിട്ടാണ് ജീവിക്കേണ്ടത്. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ബിലെയാം ചുമ്മാതല്ല പറഞ്ഞത്. ബിലെയാം പറയേണ്ടത് സ്തോത്രം ശാപമാണ് പറയേണ്ടത്. പക്ഷെ ശാപം പറയാൻ പറ്റിയില്ല. അർത്ഥം, നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് തിന്മയായി സംസാരിക്കുന്നവർക്ക് പോലും അത് പറവാൻ കഴിയത്തില്ല. കാരണം അത്രയ്ക്ക് ഭയങ്കര സ്തോത്രം ഡിവൈൻ സെപ്പറേഷനിലായിട്ടെ നിങ്ങളുടെ ലൈഫ്. നിങ്ങൾക്ക് തിന്മ പറയുന്നവർ പോലും സ്തോത്രം, അതെ, അവർക്ക് തിന്മ പറവാൻ കഴിയാത്ത ലെവലിൽ ശിലാഗിരികളിൽ അവൻ കയറി. ദാറ്റ് മീൻസ് കുന്നിൻ്റെ മുകളിൽ അതെ ബിലെയാം കയറി. സ്തോത്രം. ശിലാഗിരികളിൽ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് താഴത്തെ സമനിലത്തേക്ക് നോക്കിയപ്പോൾ ലോകത്തിൽ ഒരുപാട് ജാതികളുണ്ട്. പക്ഷേ അവരാരും മാർച്ച് ചെയ്യുന്നത് പോലെയല്ല അവൻ മാർച്ച് ചെയ്യുന്നത്. മറ്റുള്ളവർ പാളയം ഇറങ്ങുന്നത് പോലെയല്ല അവൻ പാളയം ഇറങ്ങിയിരിക്കുന്നത്. അവൻ്റെ സെൻട്രലിൽ ഒരു കൂടാരമുണ്ട്. മറ്റുള്ളവർക്കാണെങ്കിൽ ഈ കൂടാരമൊന്നുമില്ല. അവൻ്റെ സെൻട്രൽ കൂടാരമുണ്ട്. ആ കൂടാരം ഒഴിഞ്ഞതല്ല, ആ കൂടാരത്തിൽ ഭയങ്കര മഹത്വമാണ്. ആകാശത്തുദിച്ചു നിൽക്കുന്ന സൂര്യനേക്കാൾ ഭയങ്കര പ്രഭയ ഇവൻ്റെ കൂടാരത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ തേജസ്. ഇവനിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ തേജസ്. അയ്യോ, ഭൂമിയിൽ സൂര്യനെ നട്ടുവച്ചിരിക്കുന്നത് പോലെ. നിങ്ങൾ കേട്ടില്ല? ഭൂമിയിൽ സൂര്യനെ നട്ടുവച്ചിരിക്കുന്നത് പോലെ ഇതാ ജനത്തിൻ്റെ നടുവിലിതാ സ്തോത്രം ഒരു ദൈവ തേജസ് വസിക്കുന്നു. നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ട് ജാതികൾ വിളിച്ചു പറയട്ടെ, സത്യ ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്, സത്യ ദൈവം നിങ്ങളുടെ വീട്ടിലുണ്ട്. ഹല്ലേലൂയ. മാത്രമല്ല, കിഴക്കോട്ട്, പടിഞ്ഞാറേക്ക്, തെക്കേട്ട്, വടക്കോട്ട് 4 ഗ്രൂപ്പായിട്ടാണ് കൂടാരത്തിന് ചുറ്റും അവർ പാളയം ഇറങ്ങിയത്. നിങ്ങൾ കേട്ടോ, കിഴക്ക് ഒരു കൂട്ടം, പടിഞ്ഞാറ് വേറൊരു കൂട്ടം, തെക്കൊരു കൂട്ടം, വടക്ക് വേറൊരു കൂട്ടം. അർത്ഥം, ക്രൂസിൻ്റെ ആകൃതിയിലാണ് അവർ പാളയം ചെയ്തിരുന്നത്. അവിടെ മധ്യത്തിലൊരു ദൈവ സാന്നിധ്യമുണ്ട്. അവർ പാളയം ചെയ്ത് അവരുടെ പാളയം ഇറങ്ങിയിരുന്നത്, പാർത്തിരുന്നത് ക്രൂസിൻ്റെ ആകൃതിയിലാണ്. അവരെ കവർ ചെയ്തിരുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മേഘമാണ്. അർത്ഥം, ക്രൂസിൻ്റെ ആകൃതിയിൽ അന്ന് അവർ പാർത്തു എങ്കിൽ ഇന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ അതേ അനുയായികളായി ദൈവജനം പാർക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മേഘം നിങ്ങളിൽ മൂടി മറയ്ക്കട്ടെ. ക്രൂശിൻ്റെ ആകൃതിയിൽ അന്ന് പാർത്തവരും ദൈവത്തിൻ്റെ വിശുദ്ധ മേഘം മൂടിയവരുമായ ആ ജനത്തെ നോക്കിയാണ് ബിലെയാം പറഞ്ഞത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ഇല്ലാതെ മറ്റുള്ളവർ ജീവിക്കുന്നത് ഞാനും ജീവിക്കുന്നത്. അവനും കോട്ടം ധരിച്ചു, ഞാനും കോട്ടം ധരിച്ചു. അവന് കോട്ടമുണ്ട്, എനിക്കും കോട്ടമുണ്ട്. അവനും പാറവയ്പ്പുണ്ട്, എനിക്ക് കുറച്ചുകൂടെ ആരോഗ്യത്തോടെയുണ്ട്. അവൻ കുറ്റം പറയും, അയ്യോ എനിക്ക് വാ തുറന്നാൽ അത് മാത്രമേ പറയാൻ അറിയത്തുള്ളൂ. ഇൻ ജീസസ് നെയിം അങ്ങനെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുന്നെങ്കിൽ എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ജനം പറയട്ടെ, നീ വ്യത്യസ്തനാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ സ്തോത്രം, അതേ ജയിലിൽ കിടന്ന് പാട്ട് പാടത്തില്ല, പക്ഷേ ഇവൻ ജയിലിൽ കിടന്ന് പാട്ട് പാടുക. ബാക്കിയുള്ളവരാണ് പ്രാഗം, എവരെ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടാണ് കാരാപ്രമാണി ചോദിച്ചത്, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഹേ സഹോദരന്മാരെ, പുരുഷന്മാരെ, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? കാരണം അവരുടെ ലൈഫ് വ്യത്യസ്തമായിരുന്നു. കമാൺ, അവരുടെ സ്തുതി വ്യത്യസ്തമായിരുന്നു. ജിസനാൻ്റണി വന്നപ്പോഴല്ല അവരുടെ കൈയടിക്കാൻ തോന്നിയത്. അനുകൂലമായി കീബോർഡ് ഉണ്ടായിരുന്നപ്പോഴല്ല അവർക്ക് കൈയടിക്കാൻ തോന്നിയത്. പ്രശ്നത്തിലും പ്രതികൂലത്തിലും വെല്ലുവിളിയിലും തകർച്ചയിലും അവരെ ആരാധനയും അവരുടെ സ്തുതിയും നിന്നു പോകാത്തത് കൊണ്ട്.
അവർ മറ്റുള്ളവരിൽ നിന്ന് ലൈഫ് വ്യത്യസ്തമായതുകൊണ്ട് അവർ ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്ക്, വീട്ടിൽ ചെന്ന് തെളിയിക്ക്. ബന്ധുക്കൾ ചോദിക്കട്ടെ, നിൻ്റെ ദൈവത്തെ ലഭിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഓ, നിൻ്റെ ദൈവത്തിന് അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളും നിന്നെ പോലെ ആയിത്തീരാൻ എന്ത് ചെയ്യണം? നിൻ്റെ മക്കൾ സക്സസ് ആയല്ലോ, അതുപോലെ എൻ്റെ പിള്ളേരും സക്സസ് ആകണം. അതേ മദ്യത്തിലും വ്യഭിചാരത്തിലും കിടക്കുന്ന ഞങ്ങളുടെ മക്കൾ സക്സസ് ആക്കാൻ എന്ത് ചെയ്യണമെന്ന് ഒരു വേർപാടിൻ്റെ പ്രത്യക്ഷമായ അടയാളം, ഞാൻ ആവർത്തിക്കുന്നു, വേർപാടിൻ്റെ പ്രത്യക്ഷമായ അടയാളം ദൈവത്തിൻ്റെ ജനത്തിന്മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വേർപാടിൽ വിശ്വസിക്കുന്നു, വേർപാടിൽ വിശ്വസിക്കുന്നു. കുഞ്ഞാമ നിനക്കുള്ളതല്ല, കുതികാൽ വെട്ട് നിനക്കുള്ളതല്ല, മത്സരം നിനക്കുള്ളതല്ല, നുണ പറയുന്നത് നിനക്കുള്ളതല്ല, കാപട്യം നിൻ്റെ ജീവിതത്തിലില്ല, കള്ളം പറയുന്ന സ്വഭാവം നിൻ്റെ ജീവിതത്തിലില്ല, വക്രത പാമ്പിൻ്റെ വഴിയാണ്, അവൻ പാമ്പിങ്ങനെ വളഞ്ഞേ പോകത്തുള്ളൂ, അത് നിനക്കുള്ളതല്ല. നിൻ്റെ മുൻപിൽ പോകുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്, അവൻ നേരെ പോ, അവൻ നേരെ നടക്കത്തുള്ളൂ. ഓ കം ഓൺ, ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്പർ 8, ഞങ്ങൾ വിശ്വസിക്കുന്നത് വി ബിലീവ് ദ വാട്ടർ ബാപ്റ്റിസം. ഞങ്ങൾ വിശ്വസിക്കുന്നു ജലസ്നാനം, ഞങ്ങൾ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വാസ സ്നാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, വിശ്വാസ സ്നാനം ഞങ്ങൾ വിശ്വസിക്കുന്നു. പറഞ്ഞാട്ടെ, എന്താണ് വിശ്വാസ സ്നാനം? വിശ്വസിക്കുന്നു, വിശ്വാസ സ്നാനം. ചിലർ പറയാറുണ്ട് ഫൈനൽ കമ്മീഷൻ. ഹല്ലേലൂയ. ഫൈനൽ കമ്മീഷൻ എന്ന് മാത്രമല്ല പറയേണ്ടത്, വിച്ച് ഈസ് ദ ഫിനിഷ് കമ്മീഷൻ. അത് ഒടുക്കത്തെ കമ്മീഷനാണ്, അത് അവസാനത്തെ കമ്മീഷൻ എന്ന് മാത്രമല്ല, അത് സ്തോത്രം ലാസ്റ്റ് കമ്മീഷൻ കൂടിയാണ്. ഫൈനൽ കമ്മീഷൻ എന്ന് മാത്രമല്ല, വിച്ച് ഈസ് ദ ലാസ്റ്റ് കമ്മീഷൻ. അവസാനമായി കർത്താവ് കൊടുത്ത കമ്മീഷനാണത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം 19-20 വാക്യത്തിലാണ് ഫിനിഷ് കമ്മീഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് കമ്മീഷൻ കർത്താവ് നൽകിയത്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സ്തോത്രം. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് കർത്താവ് നൽകിയതായ ലാസ്റ്റ് കമ്മീഷനിൽ യേശു കർത്താവ് നൽകിയതാണ്, നിങ്ങൾ സ്തോത്രം ശിഷ്യരാക്കി സ്നാനപ്പെടുത്തുകയാണ്. നമ്മൾ വിശ്വസിക്കുന്നു, ശിഷ്യരാക്കി സ്നാനപ്പെടുത്തുകയാണ്. വിശ്വാസ സ്നാനം വിശ്വസിക്കുന്നു. വിശ്വാസ സ്നാനം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ മുതിർന്ന സ്നാനം വിശ്വസിക്കുന്നില്ല. ഒരിക്കൽ കൂടെ, മുതിർന്ന സ്നാനം വിശ്വസിക്കുന്നില്ല. മുതിർന്നിട്ടല്ല സ്നാനം കൊടുക്കേണ്ടത്, വിശ്വസിച്ചിട്ടാണ് സ്നാനം പെടുത്തേണ്ടത്. സ്തോത്രം. ശിശുവാകുമ്പോൾ ശിശു സ്നാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കല്ലേ. ശിശു സ്നാനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് മുതിർന്ന സ്നാനത്തിൽ വിശ്വസിക്കുന്നില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ട ശേഷമാണ് അവൻ സ്നാനപ്പെടുന്നത്, വിശ്വസിച്ച ശേഷമാണ് സ്നാനപ്പെടുന്നത്. അതുകൊണ്ടാണ് സ്നാനപ്പെടുന്നതിന് മുൻപ് 27-ാം തീയതി സ്നാനമുണ്ട് കേട്ടോ. ഈ മാസം 27-ാം തീയതി ശനിയാഴ്ച സ്നാനമുണ്ട്. പക്ഷെ അവരോട് ചോദിക്കും, യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, എനിക്കായി ജീവിക്കുന്നു, ഇനി വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു. അതെ, വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. വിശ്വസിക്കുന്നവരെയാണ് സ്നാനം. ഏത് കൊടിക്കീഴിൽ നടന്നു പോകുന്നതല്ല സ്നാനം, 3 പ്രാവശ്യം തളിക്കുന്നതല്ല സ്നാനം. പകരം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2-3000 പേർ അന്ന് സ്നാനപ്പെട്ടവരോട് ചേർന്നു. പിന്നത്തേതിൽ 5000-ഓളം പേർ സ്തോത്രം സ്നാനപ്പെട്ടു എന്ന് തിരുവചനം പറയുന്നു. അതേ, ദൈവകൃപയാൽ സ്തോത്രം വിശ്വസിക്കുന്നതാണ് സ്നാനം. വേറെ ഒരു സ്നാനം കൂടെ നമ്മൾ പ്രത്യക്ഷമായി അടിസ്ഥാനപരമായി സ്തോത്രം വിശ്വാസങ്ങൾ, അടിസ്ഥാന വിശ്വാസ പ്രമാണത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അത് ജലസ്നാനം മാത്രമല്ല, അത് ആത്മസ്നാനമാണ്, പരിശുദ്ധാത്മസ്നാനമാണ്. പരിശുദ്ധാത്മസ്നാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 2 പോയിന്റ് 3 പോയിന്റ് മുമ്പ് എഴുതി പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു എന്ന്. യെസ്, പരിശുദ്ധാത്മസ്നാനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മസ്നാനം എല്ലാവരും പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി. പരിശുദ്ധാത്മസ്നാനം, പരിശുദ്ധാത്മസ്നാനം. പരിശുദ്ധാത്മസ്നാനം എന്ന് പറഞ്ഞാൽ ഒരുവൻ പരിശുദ്ധാത്മാവിൽ ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ ഒരുവൻ സ്നാനപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരുവനായി തീരുമ്പോൾ അവൻ ചുമ്മാതിരിക്കത്തില്ല. സ്തോത്രം. അതേ, എവിഡൻസ് ആയി, പ്രത്യക്ഷ അടയാളമായി അവർ അന്യഭാഷയിൽ സംസാരിച്ചിരിക്കും. ചിലർ പറയാറുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ കേട്ട് കാണും, സ്തോത്രം എല്ലാവരും ഒന്നും അങ്ങ് അന്യഭാഷ പറയത്തില്ലെന്ന്. പക്ഷേ എൻ്റെ പുസ്തകം പറയുന്ന എല്ലാവരും അന്യഭാഷ പറഞ്ഞു വന്നു.
ഓ കമാൺ. വേറെ എവിടെയെങ്കിലും പറയുന്ന സായിപ്പ് പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, ഏതെങ്കിലും പറയുന്ന സൗകര്യമുള്ള ബ്രദർ പറയുന്നതല്ല വിശ്വസിക്കേണ്ടത്, ബൈബിൾ പറയുന്നതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, സ്തോത്രം. മനുഷ്യൻ്റെ അഭിപ്രായങ്ങളല്ല നിങ്ങളുടെ ആലോചന, ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ ആലോചന. 3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്പർ 1 അപ്പോസ്തലപ്രവൃത്തി 2. അപ്പോസ്തലപ്രവൃത്തി 2 യേശു കർത്താവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള 120 പേർ മാറിക മുറികൾ കൂടിയിരുന്നു. ആ 120 പേർ 10 ദിവസം അവർ പ്രാർത്ഥിച്ചു. 40 ദിവസമായിരുന്നല്ലോ യേശു കർത്താവ് ഉയർപ്പിന് ശേഷം അവരോട് കൂടെ ഉണ്ടായിരുന്നത്. 40-ാം ദിവസം കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. പിന്നെ ഉള്ളതായ 10 ദിവസം, അടുത്ത പെന്തക്കോസ്റ്റിന് ഇടയ്ക്കുള്ളതായ 10 ദിവസം, ടോട്ടൽ 50 ദിവസം, 40 ദിവസം യേശു ഉണ്ടായിരുന്നു. 10 ദിവസം അവർ പ്രാർത്ഥിച്ചു. യേശു കർത്താവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ളവർ ആ ഹാളിലുണ്ട്. സ്തോത്രം. അവർ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഓൺ ദ ഡേ ഓഫ് ദ പെന്തക്കോസ്റ്റ് നാൾ വന്നപ്പോൾ അവരെല്ലാവരും നിറഞ്ഞിരുന്ന ആ വീട്ടിൽ കൊടിയ കാറ്റടിക്കുന്ന പോലെ വലിയൊരു ശബ്ദമുണ്ടായി. പിളർന്നിരുന്ന അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓരോരുത്തർ തനിക്ക് നൽകിയതുപോലെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2:4 പറയുന്നു, then they began to speak in tongues. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒരിക്കൽ കൂടെ, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. സഹോദരി സഹോദരന്മാരെ, ഉണ്ടായിരുന്നു പിന്നെ നിന്നുപോയി എന്നാരെങ്കിലും പറയുന്നെങ്കിൽ അത് വല്ല കിള്ളിയാറോ കരമനയാറോ ആണ്. സ്തോത്രം. ഈ വെബ് സ്ട്രീം കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കാം. കിള്ളിയാറ്, നമുക്ക് തിരുവനന്തപുരത്തെ 2 ആറുകളാണ് ഏറ്റവും കുറഞ്ഞ ഉള്ളത്. ഒന്ന് കിള്ളിയാറ്, മറ്റൊന്ന് കരമനയാറ്. മഴക്കാലം വരുമ്പോൾ അത് വെള്ളം പൊങ്ങും, വേനൽക്കാലം വരുമ്പോൾ വെള്ളം തീരും. നല്ല വേലക്കാരാണെങ്കിൽ വെള്ളം വറ്റും. അതിൻ്റെ കരയിൽ നിന്ന് ആരാണ്ട് പറയുമായിരിക്കും, ഉണ്ടായിരുന്നു ബ്രദർ, നിന്നുപോയി ബ്രദർ, ഉണ്ടായിരുന്നു ബ്രദർ, നിന്നുപോയി ബ്രദർ, ഇതൊരിക്കലും നിൽക്കത്തില്ല ബ്രദർ, ഇത് ദൈവമാണ് ബ്രദർ. ദൈവത്തിൻ്റെ നദിയിൽ എല്ലാ സീസണിലും എല്ലാ ജനറേഷനിലും ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ നിറയാതെ ആ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ഹലോ, ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിക്കാതെ ആരെങ്കിലും ഇരിക്കുന്നുവെങ്കിൽ ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്. പോയിന്റ് തള്ളുന്നതല്ല ബൈബിൾ സ്റ്റഡി, പോയിന്റ് തള്ളുന്നതല്ല കർത്താവിൻ്റെ ശുശ്രൂഷ, പോയിന്റ് തള്ളുന്നതല്ല സുവിശേഷ വേല. പകരം സ്തോത്രം ദൈവകൃപയാൽ മനസ്സിലാക്കി വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ചലിക്കപ്പെടുമാറാകട്ടെ. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്നവർ ശബ്ദമിട്ട് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 2 120 പേർ അവർ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അതെ, 10-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. പത്രോസ് എന്ന സ്തോത്ര കരിസ്മാറ്റിക് പ്രീച്ചർ, പത്രോസ് എന്ന യെരുശലേം ചർച്ചിലെ ഏറ്റവും ബെസ്റ്റ് പ്രീച്ചർ, സ്തോത്രം, കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ജാതികളാണ് ഉള്ളത്. അവർ ആരും സ്തോത്രം അതേ യഹൂദ പാരമ്പര്യമുള്ളവരല്ല. അവർക്ക് ദൈവവചനമൊന്നും അറിയത്തില്ല. പക്ഷേ സ്തോത്രം പത്രോസ് പോയി ദൈവവചനം പറഞ്ഞിട്ടിരുന്നപ്പോൾ, പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ ക്രൂശീകരണവും മരണവും സ്തോത്രം അടക്കവും ഉയർപ്പും പറഞ്ഞിട്ടിരുന്നപ്പോൾ ഉടനെ പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നു. ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ എന്നാണ് പത്രോസ് പറഞ്ഞത്. ഒരിക്കൽ കൂടെ, ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ എന്നാണ് പത്രോസ് പിന്നത്തേതിൽ പറഞ്ഞത്. ഹല്ലേലൂയ. അതുപോലെ ആദ്യം പത്രോസ് പ്രാപിച്ചു, പിന്നത്തേതിൽ പത്രോസ് കണ്ടു. ഇൻ ജീസസ് നെയിം. നിങ്ങൾ പ്രാപിച്ചതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ജനലക്ഷങ്ങൾ പകരുന്നത് ഈ തലമുറയിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെസ് യെസ് യെസ്. ആദ്യം നിങ്ങൾ പ്രാപിക്കും, പിന്നെ നിങ്ങളുടെ കൺമുൻപിൽ മറ്റുള്ളവർ പകരുന്നത് നിങ്ങൾ കാണാം. മനസ്സിലായോ കുട്ടി? മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. പത്രോസ് ആദ്യം പ്രാപിച്ചു, പിന്നെ അതുപോലെ തന്നെ ജാതികളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് പകരുന്നത് അവൻ കണ്ടു. അവരെല്ലാവരും അന്ന് അപ്പോസ്തലപ്രവൃത്തി 10 എഴുതിയിരിക്കുന്നു, 10:45 മുതൽ താഴേക്ക് അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിച്ചു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ
തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പറഞ്ഞാട്ടെ എങ്ങനെയാണ്? എത്ര പേരുടെ മേല്? എല്ലാവരുടെ മേലും ആത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. വീണ്ടും മൂന്നാമത്തെ എക്സാമ്പിൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എഫെസോസ് എന്ന പട്ടണമാണ് സ്ഥലം. എഫെസോസിൽ പൗലൂസ് വന്നിരിക്കുന്നു. പൗലൂസ് അവിടെ വന്നിട്ട് പൗലൂസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ചോദിച്ചു. ഈ ദിവസങ്ങളിൽ സമൂഹത്തിലൂടെ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. കുഞ്ഞിന് ജോലി കിട്ടിയോ? കോഴ്സ് ഫിനിഷ് ചെയ്തോ? അവളെ കെട്ടിച്ചു കൊടുത്തിട്ട് വർഷങ്ങളായല്ലോ, കൊച്ചുണ്ടായോ? ഇതൊന്നും അല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. അമേരിക്കൻ വിസയുണ്ടോ? എത്ര കാനഡയിൽ പോകാൻ ബോട്ട് ഒരുങ്ങിയോ? ഇതൊന്നും അല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സകല ക്രിസ്ത്യാനിയോട് നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? എഫെസോസ് ശിഷ്യന്മാർ എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തോട് പൗലോസ് ചോദിച്ചത്, നിങ്ങൾ ആരുടെ പക്ഷക്കാരാണ്? ആരാണ് നിങ്ങളുടെ പാസ്റ്റർ? ഏതാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ? ഇതൊന്നുമല്ലോ ചോദിച്ചത്. വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഉടനെ അവർ പറഞ്ഞു, പരിശുദ്ധാത്മ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പോൾ അപ്പോസ്തലന് മനസ്സിലായി, ഇത് സ്തോത്രം ശരിയായ സ്നാനമല്ല. ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? അവർ പറഞ്ഞു, ഞങ്ങളുടെ സ്നാനം മാനസാന്തര സ്നാനം, അതായത് യോഹന്നാന്റെ സ്നാനം. യോഹന്നാന്റെ സ്നാനം എന്ന് പറഞ്ഞപ്പോൾ പൗലൂസ് ക്രൂശിന് മുമ്പായിരുന്നു മാനസാന്തര സ്നാനം. ക്രൂശിന് ശേഷം, മീനിങ് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം മാനസാന്തര സ്നാനമല്ല, പകരം വിശ്വാസ സ്നാനമാണ്. അത് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ്. അവരെ വീണ്ടും സ്തോത്രം റൈറ്റ് ആയിട്ടുള്ള വിശ്വാസ സ്നാനം കഴിപ്പിച്ച ശേഷം ആ മനുഷ്യൻ പൗലൂസ് അവിടെ മേൽ കൈ വച്ചപ്പോൾ, കൈക്കൂലി വാങ്ങാത്ത പൗലൂസിന്റെ കൈ വെച്ചപ്പോൾ, കള്ളക്കണക്കെഴുതാത്ത പൗലൂസിന്റെ കൈ വെച്ചപ്പോൾ, കള്ളം പറയാത്ത പൗലൂസിന്റെ കൈ വെച്ചപ്പോൾ, അവന്റെ കൈ വെച്ചപ്പോൾ സ്തോത്രം അവരിൽ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് അവർ അന്യഭാഷകൾ സംസാരിക്കുകയും അവർ പ്രവചിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കമാൺ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അല്പനേരം അവണ്ണം നിങ്ങളുടെ ജീവിതങ്ങളെ സൂക്ഷിച്ചാട്ടെ, നിങ്ങളുടെ കരങ്ങളെ സൂക്ഷിച്ചാട്ടെ. നിങ്ങൾ കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ജനലക്ഷങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. പൗലോസ് അവിടെ മേൽ കരവച്ചപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2 യെരൂശലേമിൽ, അപ്പോസ്തല പ്രവൃത്തി 2 അപ്പോസ്തല പ്രവൃത്തി 10 കൊർന്നേല്യോസിന്റെ വീട്ടിൽ, അപ്പോസ്തല പ്രവൃത്തി 19 എഫെസോസിൽ. ഒരിക്കൽ കൂടെ, 1 അപ്പോസ്തല പ്രവൃത്തി 2 യെരൂശലേമിൽ, അപ്പോസ്തല പ്രവൃത്തി 10 അതേ കൊർന്നേല്യോസിന്റെ വീട്ടിൽ, അപ്പോസ്തല പ്രവൃത്തി 19 എഫെസോസിൽ. 3 ഭാഗത്തും പരിശുദ്ധാത്മാവ് കൃത്യമായി പറയുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു എന്ന്. അങ്ങനെയെങ്കിൽ ദൈവകൃപയാൽ we believe in the baptism of the Holy Spirit. പരിശുദ്ധാത്മ സ്നാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീട്ടിലുള്ളതായ സംസാരിക്കാൻ തുടങ്ങിയ പ്രായത്തിലുള്ള കുട്ടികൾ മലയാളം പറയുന്നെങ്കിൽ, ഇംഗ്ലീഷ് പറയുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ സംസാരിക്കാൻ പ്രായമുള്ള സകല കുട്ടികളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷകൾ ദൈവകൃപയാൽ സംസാരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്പർ 10, അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ് ഇൻ ഡിവൈൻ ഹീലിംഗ്. ഞങ്ങൾ രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. 10-ാമതായി നല്ലൊരു ചാർട്ട് ഈ ദിവസങ്ങൾ നിങ്ങൾ എല്ലാവരുടെ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഉണ്ടായിരിക്കണം. വി ബിലീവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എഴുതണം, ഞങ്ങളുടെ വിശ്വാസ പ്രമാണം. വി ബിലീവ്, ഞങ്ങളുടെ വിശ്വാസം രോഗശാന്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ കർത്താവ് രോഗം തന്ന് കഷ്ടപ്പെടുത്തുന്നവനല്ല, അവൻ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കുന്നവനാണ്. അവൻ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കുന്നവനാണ്. മകളെ സ്തോത്രം പറഞ്ഞാടെ, അവൻ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും അവൻ ഇവിടെയുണ്ട്. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. കാരണം മക്കൾക്കുള്ളതായ അപ്പമാണ് രോഗശാന്തി എന്ന് മർക്കോസ് 15:22 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. കനാന്യ സ്ത്രീ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ കർത്താവ് എങ്ങനെയാണ് പറഞ്ഞത്? മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. അപ്പൊ യേശു രോഗശാന്തിയെക്കുറിച്ച് പറഞ്ഞത്, മക്കൾക്കുള്ള അപ്പമാണ് രോഗശാന്തി, നിങ്ങൾക്കുള്ള അപ്പമാണ് രോഗശാന്തി. അത് റെഡിയായിരിക്കുന്നു. അത് എടുത്ത് ഭക്ഷിക്കേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത്. ഇന്ന് രാത്രി ഈ ഹാളിനകത്താകട്ടെ, ആ വെബ് സ്ട്രീം കേൾക്കുന്നവരാകട്ടെ, യേശുവിൻ്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നത്.
ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 53 അധ്യായം 4 വാക്യം, മത്തായി സുവിശേഷം 8 അധ്യായം 17 വാക്യം, 1 പത്രോസിന്റെ ലേഖനം 2 അധ്യായം 24 വാക്യം. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു. അവൻ്റെ ആടിപ്പിണരുകളാൽ, മീനിങ് യേശുവിൻ്റെ ആടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ അസ്ഥികളിൽ, മാംസത്തിൽ, ത്വക്കിൽ, ഞരമ്പിൽ, ഇമോഷണലിൽ, ശരീരത്തിൽ ഒക്കെ ദൈവത്തിൻ്റെ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു. അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവിക രോഗശാന്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. 11 വി ബിലീവ് ഇൻ ഫെലോഷിപ്പ്. ഞങ്ങൾ കൊയിനോനിയ, ഞങ്ങൾ കൂട്ടായ്മയിൽ വിശ്വസിക്കുന്നു. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നത് പോലെ കൂടി വരവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 28 അധ്യായങ്ങളുണ്ട്. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാട്ടെ. അവർ കൂടി വന്നപ്പോൾ അടുത്ത ഞായറാഴ്ച വരെ ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു. അതെ, പോയി നോക്കി പറഞ്ഞാട്ടെ, കൂടി വന്നപ്പോൾ എന്ന് എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി മിക്കവാറും എല്ലാ അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. അതെ, അവർ കൂടി വന്നപ്പോൾ സ്തോത്രം. അതെ, ഡിജിറ്റൽ സ്ക്രീന് നോക്കി ഇങ്ങനെ യൂട്യൂബിൽ തോണ്ടിയപ്പോൾ എന്നല്ല വേദപുസ്തകം പറയുന്നത്. കൊറോണ ചത്തിട്ട് കുറേ കാലമായി. അതുകൊണ്ട് ഇനി വീട്ടിൽ ഇരുന്ന് അതേ ഡിജിറ്റൽ സ്ക്രീനിൽ തോണ്ടിയല്ല ആരാധിക്കേണ്ടത്. അവർ കൂടി വന്നാണ് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ കൃപയാൽ അതേ കർത്താവിനെ ആരാധിക്കേണ്ടത്. അതുകൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ സന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യേണ്ടത് ആ കമ്മ്യൂണിയൻ നിങ്ങൾക്കുണ്ടായിരിക്കുക, കൂട്ടായ്മ നിങ്ങൾക്കുണ്ടായിരിക്കുക. ആ കൂട്ടായ്മയുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് എങ്കിൽ അവിടെ കർത്താവിൻ്റെ മേശ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂട്ടായ്മയാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ കർത്താവിൻ്റെ മേശ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ആഗ്രഹമല്ല, കർത്താവിൻ്റെ ആലോചനയാണ്. 1 കൊരിന്ത്യർ ലേഖനം 11 അധ്യായം 23 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഐ റിസീവ് ഫ്രം ദ ലോർഡ് ആൻഡ് ഗിവിംഗ് അൺടു യു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. 1 കൊരിന്ത്യർ 12:23 ഞാൻ പറഞ്ഞത്. സ്തോത്രം. അതെ, സ്തോത്രം ചൊല്ലി നുറുക്കി. എക്സാക്ട്ലി ദ സെയിം മാനറാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ യേശു കർത്താവ് പറയുമ്പോൾ അവിടെ 11 ശിഷ്യന്മാരാണ് മാക്സിമം കേൾപ്പാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത്. 11. അപ്പോൾ 12-അവൻ എന്ത്? ഒരുത്തൻ വിട്ടുപോയി, അവൻ പട്ടും പോയി. ഹല്ലേലൂയ. നമ്മൾ പട്ടു പോകാതിരിക്കുന്നത്, നമ്മൾ വിട്ടു പോകാതിരിക്കുന്നത് കൊണ്ടാണ്. സോ 11 പേർ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ 11 പേർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ പൗലൂസ് അത് കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. പൗലൂസിന് പിന്നത്തേതിൽ കർത്താവ് വെളിപ്പാടിൽ അത് പഠിപ്പിച്ചു. പക്ഷെ കർത്താവ് വെളിപ്പാടിൽ തെറ്റൊന്നും പഠിപ്പിക്കത്തില്ല. ഓ ഹല്ലേലൂയ. എൻ്റെ കർത്താവ് തെറ്റ് പഠിപ്പിക്കത്തില്ല. ആരും മിണ്ടുന്നില്ല. എൻ്റെ കർത്താവ് തെറ്റ് പഠിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പഠിപ്പിക്കുന്നെങ്കിൽ ശരിയായിട്ടുള്ളത് മാത്രമേ കർത്താവ് പഠിപ്പിക്കത്തുള്ളൂ. കാരണം ലോകം കണ്ട ഏറ്റവും നല്ല ടീച്ചർ, ലോകം കണ്ട ഏറ്റവും നല്ല പ്രൊഫസറാണ് കർത്താവ്. യേശു ഒരിക്കലും തെറ്റ് പഠിപ്പിക്കത്തില്ല. യേശു കറക്റ്റായിട്ടുള്ള കാര്യമേ പഠിപ്പിക്കത്തുള്ളൂ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ പറഞ്ഞതുപോലെ എക്സാക്ട്ലി ദ സെയിം കാര്യമാണ് പൗലൂസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാരോട് അരുളി ചെയ്തത്. അതേപോലെ സെയിം മാനർ സ്തോത്രം. കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂട്ടായ്മയില്ലെങ്കിൽ നിങ്ങൾ കരിക്കട്ടയാകും. കൂട്ടായ്മയുണ്ടെങ്കിൽ നിങ്ങൾ കനൽക്കട്ടയായി ജ്വലിക്കും. കൂട്ടായ്മയില്ലാത്തവൻ കരിക്കട്ടയാണ്, കൂട്ടായ്മയുള്ളവൻ കനൽക്കട്ടയുമാണ്. നിങ്ങൾക്കില്ലാത്ത എനിക്കുണ്ട്, എനിക്കില്ലാത്തത് നിങ്ങൾക്കുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്കില്ലാത്തത് എനിക്കുണ്ട്, എനിക്കില്ലാത്തത് നിങ്ങൾക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ നമ്മുടെ മർത്യത്തിൽ കർത്താവുണ്ട്. അതുകൊണ്ട് സ്തോത്രം. അതെ, കൂട്ടായ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മ അനുസരിച്ച് ഇങ്ങനെയായിരിക്കുമ്പോൾ ഒരു ദിവസം സ്തോത്രം പ്രീമില്ലിനിയൽ, അതെ എന്തുവാ മഹാപീഡയ്ക്ക് മുൻപായി യേശു കർത്താവ് പ്രീ ട്രിബുലേഷൻ മുന്നായി സ്തോത്രം കർത്താവ് ഞങ്ങളെ ചേർപ്പാൻ കടന്നു വരുന്നു. പ്രീ ട്രിബുലേഷൻ
നോട്ട് പോസ്റ്റ് ട്രിബുലേഷൻ. മഹാപീഡയ്ക്ക് ശേഷമല്ല യേശു കർത്താവ് സ്തോത്രം അതെ സഭയെ ചേർപ്പാൻ വേണ്ടി കടന്നു വരുന്നത്. മഹാപീഡയ്ക്ക് മുൻപായി, പ്രീ ട്രിബുലേഷന് മുൻപായി കർത്താവ് കടന്നു വരുന്നു. ട്രിബുലേഷൻ, പീഡ കൊണ്ടുവരുന്നത് എതിർ ക്രിസ്തുവാണ്. എതിർ ക്രിസ്തു വരുന്നതിന് മുൻപ് സത്യക്രിസ്തു കടന്നു വരുന്നു. സാത്താൻ ലേറ്റായി വരുന്നവനാണ്. സാത്താൻ്റെ ആൾക്കാരെ ലേറ്റായി വരുന്നവരാണ്. ആരെങ്കിലും ലേറ്റായി വന്നവരാണെങ്കിൽ കറക്റ്റ് ചെയ്താട്ടെ. ഞായറാഴ്ച മുതൽ റൈറ്റ് ടൈമിന് വന്നാട്ടെ. ഹല്ലേലൂയ. യേശു റൈറ്റ് ടൈമിനാണ് വരുന്നത്. യേശു താമസിച്ച് വരത്തില്ല, യേശു ലേറ്റായി വരത്തില്ല. എല്ലായിടത്തും കർത്താവ് കറക്റ്റ് ടൈമിന് വരും. കർത്താവ് സ്തോത്രം കടന്നു വരും. പ്രീ ട്രിബുലേഷൻ ടൈം, പ്രീ ട്രിബുലേഷനായി കർത്താവ് കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. സോ ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു വീണ്ടും വരുമെന്ന്. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് വീണ്ടും വരുമെന്ന്. ഞങ്ങളുടെ കർത്താവ് വീണ്ടും വരും. ഞങ്ങളുടെ കർത്താവ് വീണ്ടും വരും. ഞങ്ങളുടെ കർത്താവ് വീണ്ടും വരും. ഞങ്ങൾ പറക്കും, ഞങ്ങൾ പറക്കും, ഞങ്ങൾ പറക്കും, ഞങ്ങൾ പറക്കും, ഞങ്ങൾ പറക്കും, ഞങ്ങൾ പറക്കും. റോക്കറ്റിനേക്കാൾ, വിമാനത്തെക്കാൾ, ഹെലികോപ്റ്ററിനേക്കാൾ വലിയ വേഗതയിൽ ഞങ്ങൾ പറക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാളധ്വനിയോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. സ്തോത്രം. ഞങ്ങൾ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. അല്ലയോ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നതെന്ത്? നിങ്ങൾ വിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി യേശു. അവൻ പോയതുപോലെ അവൻ വീണ്ടും വരും. ഇതാ യേശു മേഘാരൂഢനായി വരുവാൻ വേണ്ടി പോകുന്നു. യേശു കർത്താവ് വേഗം വരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു വേഗം വരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. 13 ഞങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ 13 കാര്യമാണ് അതേ സ്തോത്രം. നീതിമാന്മാരുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് റൈറ്റ് വേർഡ്. മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്രിസ്തുവിൽ മരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് വൈകിട്ട് ഐസക് അങ്കിളും മോള് ഡോക്ടർ ഹെപ്സിയുമായി സംസാരിക്കുമ്പോൾ എന്തോ സ്ട്രോങ് ആണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾ ഓക്കെയാണ്? അവർ പറഞ്ഞു യെസ്, ഞങ്ങൾ സ്ട്രോങ് ആയിരിക്കുന്നു. വൈ? എന്തുകൊണ്ടാണ് അവർക്ക് അത്ര ഉറപ്പോടെ ഉള്ളത്? ആൻറ്റിയെ വീണ്ടും അവർ കാണാൻ വേണ്ടി പോകുന്നു. ആ ഉണങ്ങിയ ക്ഷീണിച്ച മുഖത്തോടെയല്ല കാണാൻ വേണ്ടി പോകുന്നത്. ആ ക്യാൻസർ രോഗത്തോടെയല്ല കാണാൻ വേണ്ടി പോകുന്നത്. ഉദിച്ച സൂര്യനെ പോലെ തേജസ്സിൻ്റെ ശരീരത്തിൽ വീണ്ടും അവർ കാണുവാൻ വേണ്ടി പോകുകയാണ്. 33.5 തിരുവയസ്സിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ ആ യൗവനത്തിൽ നിന്ന് പോലെ ആ ആൻറ്റിയെ വീണ്ടും അവർ കാണുവാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ അതേ നമ്മൾ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ നേതാവ് കെ കരുണാകരനല്ല, കെ നയനാരല്ല, വേറെ ആരുമല്ല. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നരുളി ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. കരങ്ങളടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിൻ്റെ രക്തം, ഫ്രീഡം ഇൻ ദിസ് പ്ലേസ്, സ്വാതന്ത്ര്യം. കം ഓൺ. ഹല്ലേലൂയ. യോഹന്നാൻ 11:25 യേശു പറഞ്ഞു അതേ സ്തോത്രം, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവന്. സ്തോത്രം. അതിനർത്ഥം പുനരുദ്ധാനമുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവ് ആദ്യ ഫലമായി പുനരുദ്ധാനം പ്രാപിച്ചു. യേശു കർത്താവ് പുനരുദ്ധാനം പ്രാപിച്ചത് കൊണ്ട് അവനെ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുക. ഹോശിയ പ്രവചനം 13:14. ഹോശിയ 13:14. 1 കൊരിന്ത്യർ 15:55. 1 കൊരിന്ത്യർ 15:55. സ്തോത്രം. തിരുവചനം പറയുന്നു, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ പാതാളമേ നിന്റെ ജയം എവിടെ? ഒരു വലിയ കൊയർ ചിന്തിച്ചാട്ടെ. ഒരു വലിയ കൊയറിനെ ശ്രദ്ധിച്ചാട്ടെ. ഇടതുവശത്ത് ഒരു വശത്ത് നിന്ന് ഒരുത്തർ സ്തോത്രം അതേ ഒരു ലൈൻ പാടുമ്പോൾ മറുവശത്ത് വേറൊരു കൂട്ടം നിന്ന് മറ്റൊരു ലൈൻ പാടുകയാണ്. ഇതുപോലെ സ്വർഗത്തിൽ ഒരു ദിവസം നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. മരിച്ചിട്ട് വന്ന വിശുദ്ധന്മാർ ഒരു വശത്ത് നിന്ന് പാടും, ഹേ മരണമേ നിന്റെ ജയം എവിടെ? അപ്പോൾ ജീവനോടെ ഇരുന്ന് രൂപാന്തരപ്പെട്ട് വന്ന വിശുദ്ധന്മാർ മറുവശത്ത് നിന്ന് പാടും, ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ? ഹല്ലേലൂയ. സെൻട്രൽ അത് കേട്ടുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച സഭയുടെ നായകൻ, വിശ്വാസത്തിൻ്റെ നാഥനാകുന്ന സഭയുടെ നാഥനാകുന്ന കർത്താവ് ഉണ്ടായിരിക്കും.
നിങ്ങളത് പാടാൻ വേണ്ടി ഒരുങ്ങിക്കോ. സ്വർഗത്തിൽ നിങ്ങൾക്കൊരു പാട്ടുണ്ട്, മരിച്ചോർ പാടും, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ. ജീവനോടെ രൂപാന്തരപ്പെട്ടു പോയവർ പാടും, ഹേ പാതാളമേ നിൻ്റെ വിഷമുള്ളവിടെ. വി ബിലീവ്. നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും ഈ ഒരു സ്തോത്രം പോസ്റ്റ് ഉണ്ടായിരിക്കണം. വാട്ട് വി ബിലീവ്. ഞങ്ങൾ എന്താണ് സ്തോത്രം വിശ്വസിക്കുന്നത്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു. അവസാനം ഇഷ്ടമില്ലെങ്കിലും അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. 14-ാമതായി ഞങ്ങൾ വിശ്വസിക്കുന്നു ന്യായവിധി. ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യ ന്യായവിധി. ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യ ന്യായവിധി. ഞങ്ങൾ വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബാലരാമപുരത്തിനടുത്ത് ഒരു 50 പേരുള്ള ഒരു ക്വയറുമായിട്ട് ഞാനിങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ അതേ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കൃപാകുമാരൻ്റെ ഒരു സ്തോത്ര ബിനാമി അതിനടുത്തുണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് കാറിലേക്ക് കയറുമ്പോൾ ആ ബിനാമി അവൻ ഓടി വന്നിട്ട് അവൻ എന്നെ തല്ലണം. ആ കൃപാകുമാരൻ്റെ ഉപദേശമായതുകൊണ്ട് അവൻ എന്നെ തല്ലണം. എന്താ തല്ലേണ്ട കാര്യം? ഞാൻ അവനെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പേര് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്തോത്രം. അവൻ എന്നെ തല്ലണം. കാര്യം എന്താ? ഞാൻ ന്യായവിധി പ്രസംഗിച്ചു. ഞാൻ ന്യായവിധി പ്രസംഗിച്ചത് കൊണ്ട് അവൻ എന്നെ തല്ലണം. കാരണം ചങ്ങനാശ്ശേരിക്കാരൻ കൃപയാണ് പ്രസംഗിക്കുന്നത്. കൃപ പ്രസംഗിക്കുന്നവനെ ന്യായവിധിയില്ല. സ്തോത്രം. കൃപ പ്രസംഗിച്ച് അവനിപ്പോൾ ഞാൻ ബാക്കി പറയത്തില്ല. സ്തോത്രം. എന്നാൽ പക്ഷേ തിരുവചനത്തിൽ പറയുന്നു യേശു കർത്താവ് ന്യായവിധി പറഞ്ഞു, അപ്പോസ്തലന്മാർ ന്യായവിധി പറഞ്ഞു. ആദിമസഭയിലെ ഏത് പ്രസംഗത്തിലും സ്തോത്രം ഏത് ലേഖനത്തിലും നിങ്ങൾക്ക് ന്യായവിധിയുടെ സ്പർശനവും സ്പന്ദനവും നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അതുകൊണ്ട് സ്തോത്രം ക്രിസ്തു ഇല്ലാത്തവർക്ക് ന്യായവിധി ഉണ്ട്. ഉപദേശത്തിൽ നിൽക്കാത്തവന് ന്യായവിധിയുണ്ട്. വചനപ്രകാരം ജീവിക്കാത്തവന് ന്യായവിധിയുണ്ട്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവന് ന്യായവിധിയുണ്ട്. സാത്താൻ്റെ വഴിക്കും ലോകത്തിൻ്റെ വഴിക്കും ജീവിക്കുന്നവന് ന്യായവിധിയുണ്ട്. ആത്മീയ കാപട്യത്തിനും അഭിനയത്തിനും ആയിരിക്കുന്നവന് ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, സഹോദരി സഹോദരന്മാരെ സ്തോത്രം. അതേ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ കരയിൽ മരിച്ചവർ, വെളിപ്പാട് 20:11, കരയിൽ മരിച്ചവർ, കടലിൽ മരിച്ചവർ ഒക്കെ ഇതാ സ്തോത്രം കർത്താവിൻ്റെ വെള്ള സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുകയാണ്. നോക്കിയേ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തന് ഇരിക്കുന്നത് കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവൻ്റെ പ്രവർത്തികൾ കടുത്ത വിധിയുണ്ടായി. പ്രസിഡന്റുമാർ, മന്ത്രിമാർ, സ്പോർട്സ് താരങ്ങൾ, അതേ റോക്ക് സ്റ്റാർസ്, അതേ സ്തോത്രം സിനിമാ സ്റ്റാർസ്, ബിസിനസ്സുകാർ, ദൈവമില്ലാത്തതായ സകലരും, യേശു ഇല്ലാത്ത സകലരും, ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല, യേശു ഇല്ലാത്ത സകലരും, യേശു ഇല്ലാത്ത സകലരും ഭയന്നും വിറച്ച് അലച്ചു കൂവി നിൽക്കുന്ന ഒരു സ്ഥലമാണ് വെള്ള സിംഹാസനത്തിന് മുൻപിൽ. ദൈവം എല്ലാ കള്ളന്മാർക്കും ഉണ്ട്. പേപ്പർ പറയുന്നു ആലപ്പുഴയിൽ ബണ്ടിച്ചോർ എന്ന് പറയുന്ന ഒരു കള്ളം വന്നിട്ടുണ്ടെന്ന് പേപ്പറിൽ വായിച്ചു, ഓൺലൈനിൽ ഞാൻ വായിച്ചു. സ്തോത്രം. ബണ്ടിച്ചോർ എവിടെയെങ്കിലും മോട്ടിക്കാൻ കയറുമ്പോഴും പറയും ദൈവമേ ആരും കാണല്ലേ എന്ന്. കള്ളന്മാർക്കും പെരുങ്കള്ളന്മാർക്കും ദൈവമുണ്ട്. ദൈവമേ ആരും അറിയല്ലേ, ഞാൻ ചെയ്തത് ആരും അറിയല്ലേ എന്ന് കള്ളന്മാരും പറയും. കയ്യേർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അതെ, എല്ലാ കള്ളനും ദൈവമുണ്ട്, എല്ലാ കാപട്യക്കാർക്കും ദൈവമുണ്ട്. പക്ഷെ യേശു ഇല്ലാത്തവർ, യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവന്. യേശു മാത്രമാണ് വഴി, യേശു മാത്രമാണ് സത്യം, യേശു മാത്രമാണ് ജീവൻ. പല വഴിയില്ല. സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനാണ് യേശു. പല രക്ഷകനില്ല, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, അവനാണ് യേശു. പല മാർഗമില്ല, ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അവനാണ് യേശു. പല കർത്താക്കന്മാരില്ല, ഒരേ ഒരു കർത്താവ് മാത്രമേ സ്വർഗത്തിൽ പോകാനുള്ളൂ. അതേ കർത്താവിൻ്റെ നാമം വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി ആരോ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കട്ടെ. അമ്മ മറിയെ വിളിക്കുന്നത് കൊണ്ട്, വിശുദ്ധന്മാരെ വിളിക്കുന്നത് കൊണ്ട്, സ്തോത്രം പള്ളിയിലിരിക്കുന്ന പാതിരിയെ വിളിക്കുന്നത് കൊണ്ട് ഒരിക്കലും രക്ഷയില്ല. പ്രവാചകനെ വിളിച്ചത് കൊണ്ടോ പ്രാസിംഗനെ പിന്നാലെ ഓടിയത് കൊണ്ടോ രക്ഷയില്ല. യേശു കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് രക്ഷ കിട്ടുന്നത്. ഏതോ ബ്രദറിൻ്റെ ഫാൻസ് ആയിരിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടത്തില്ല. ഏതോ കരിസ്മാറ്റിക് ചർച്ചിൽ പോയി അയ്യോ ഞങ്ങളുടെ പാസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു കുളിരുണ്ട് എന്ന് പറയുന്ന പാസ്റ്റർ ഫാൻസ് ആയിരുന്നാൽ ഒരിക്കലും രക്ഷയില്ല. ക്രിസ്തുവിലാണ് നീ അടിസ്ഥാനമാക്കി ജീവിക്കേണ്ടത്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആയിട്ടാണ് നീ ജീവിക്കേണ്ടത്. ക്രൈസ്റ്റ് സെൻറ്ററിൽ നിന്ന് വേറെ വല്ല സെൻറ്റർ മാറിയാൽ നിൻ്റെ പരിപാടി തീർന്നു. നീ അവസാനം വെള്ള സിംഹാസനത്തിന് മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരും.
എന്നാൽ മനസ്സിലാക്കാൻ ന്യായവിധിയുണ്ട്. ആർക്കും ദൈവത്തിന് മുമ്പിൽ ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ എനിക്ക് കളിപ്പിക്കാം, എനിക്ക് നിങ്ങളെയും കളിപ്പിക്കാം. പക്ഷേ നമുക്ക് ഇന്ന് രാത്രി ദൈവഭയം നമ്മുടെ മേലൊന്ന് വീഴട്ടെ. ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പരിപാടികൾ മുഴുവൻ കാണിക്കുന്നത്. ദൈവഭയം നമ്മുടെ മേൽ വീഴട്ടെ. ഒരു ദിവസം ഒരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ, ന്യായവിധിയുണ്ട്. അപ്പോൾ ചോദിക്കാം, അയ്യോ നമ്മളെല്ലാവരും ഇപ്പം ന്യായവിധിക്ക് പോവോനോ? യഥാർത്ഥത്തിൽ വാസ്തവമായ ദൈവകൃപയിൽ ജീവിക്കുന്നവൻ ഈ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കത്തില്ല. അവൻ നിൽക്കുന്ന വേറൊരു സിംഹാസനമാണ്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. സ്തോത്രം. ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. അത് പ്രതിഫലം തരുന്ന സ്ഥലമാണ്. പ്രതിഫലം പറഞ്ഞാട്ടെ, പ്രതിഫലം. പത്മശ്രീ കിട്ടത്തില്ലയോ? പത്മഭൂഷൺ കിട്ടത്തില്ലയോ? ഭാരതരത്നം കിട്ടത്തില്ലയോ? ഖേൽ രത്നം കൊടുക്കത്തില്ലയോ? പരമവീർ ചക്രം, സ്തോത്രം, അതേ ആർമിയിലെ വിധവമാർക്കും മറ്റുള്ളവർക്കും ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കത്തില്ലയോ എന്നതുപോലെ മനസ്സിലാക്കണമേ. ഇന്ത്യ മഹാരാജ്യം, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മറ്റുള്ളവർക്ക് പല ബഹുമതികൾ കൊടുക്കുന്നത് പോലെ രാജാതി കർത്താവ് ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നവർ. അയ്യോ അതെന്തോ രാമൻ ഒരു പുളിയും എരിവും ഉപ്പും ഒന്നും ഇല്ലാത്ത പോലെ ദൈവരാജ്യത്തിന് വേണ്ടി ഓടുന്നവർ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ, കർത്താവിന് വേണ്ടി നിസ്വാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവർ, അവർക്ക് ലഭിക്കുന്നതാണ് കർത്താവിൻ്റെ സന്നിധിയിലെ പ്രതിഫലം. ഹല്ലേലൂയ. ഞാൻ അവസാനിപ്പിക്കട്ടെ. വാട്ട് വി ബിലീവ്, നമ്മൾ വിശ്വസിക്കുന്നു. ന്യായവിധിയിൽ വിശ്വസിക്കുന്നത് പോലെ, പാപികൾക്ക് ന്യായവിധി ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പോലെ, മറുവശത്ത് അതോടൊപ്പം നിങ്ങൾ വിശ്വസിക്കേണ്ടത് എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ ഓടുന്നതിനും അധ്വാനിക്കുന്നതിനും, ഞാൻ പ്രാർത്ഥിക്കുന്നതിന്, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിന്, ഞാൻ ദൈവവേല ചെയ്യുന്നതിന്. നിങ്ങൾ ഓരോരുത്തരെ നോക്കിയാൽ ഞാൻ പറയുന്നത്, നിങ്ങളെല്ലാവരും ദൈവദാസന്മാരാണ്. നിങ്ങൾ ദൈവവേല ചെയ്യുന്നതിന് നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. മുന്നേ വന്ന് കീബോർഡ് ടച്ച് ചെയ്തേ. സോ നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലമുണ്ട്. ശരീരം നോക്കാതെ നിങ്ങൾ ഉപവസിച്ചോ, നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ചർച്ച് ബിൽഡിങ്ങിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങൾ പ്രതിഫലമുണ്ട്. ഉപവസിച്ചോ, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഒരു പ്രതിഫലത്തിൻ്റെ ദിനമുണ്ട്. ഇന്ന് നിങ്ങൾ അപ്രസിദ്ധരായിരിക്കാം, ആരും അറിയാത്തവരായിരിക്കാം, ആരും കാണാത്തവരായിരിക്കാം. പക്ഷെ അന്ന് എല്ലാവരും നിങ്ങളെ കാണുവാൻ വേണ്ടി പോകുകയാണ്. അന്ന് എല്ലാ ദൂതന്മാരും നിങ്ങളെ കാണുവാൻ പോകുകയാണ്.